നമസ്കാരം. ഇതൊരു ചരിത്ര ക്ലാസ്സല്ല, മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നടത്തിയ ഒടുങ്ങാത്ത പോരാട്ടത്തിന്റെ കഥയാണ്. സത്യമംഗലം കാടുകളുടെ ഇരുളിൽ മറഞ്ഞുപോയ വെടിയുണ്ടകളുടെയും വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഗന്ധമുള്ള കഥ. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ മാത്രം കണ്ട വീരപ്പൻ എന്ന പേരിനു പിന്നിലെ മനുഷ്യന്റെയും അയാൾ വാണരുളിയ സാമ്രാജ്യത്തിന്റെയും ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഈ കഥയിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ കാര്യം. ഇത് കേവലം ഒരു കഥ പറച്ചിലല്ല, നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇപ്പോൾ സമയം എത്രയാണെന്നും കേരളത്തിലെ ഏത് സ്ഥലത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്നും താഴെ കമന്റ് ചെയ്യാമോ? രാത്രിയുടെ ഏകാന്തതയിലാണോ അതോ പകലിന്റെ തിരക്കിനിടയിലാണോ ഈ കാട്ടുവിശേഷങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് എന്നറിയാൻ എനിക്കാഗ്രഹമുണ്ട്. ശരി, നമുക്ക് തുടങ്ങാം. കണ്ണുകൾ മെല്ലെ അടയ്ക്കൂ. ഏതൊരു ഗ്രാമത്തിലും സന്ധ്യമയങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ആ തണുത്ത കാറ്റില്ലേ, അതുപോലൊരു കാറ്റ് സത്യമംഗലം കാടുകളിലൂടെ വീശുകയാണ്. നമുക്ക് ആ കാറ്റിനൊപ്പം സഞ്ചരിക്കാം. സഹ്യപർവ്വതനിരകൾ. കേരളത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തലയുയർത്തി നിൽക്കുന്ന അതേ മലനിരകളുടെ തുടർച്ച. പാലക്കാടൻ ചുരങ്ങൾക്കുമപ്പുറം കർണാടകയുടെയും തമിഴ്നാടിന്റെയും അതിർത്തികൾ മാഞ്ഞുപോകുന്നിടത്ത് കാവേരി നദി ഒരു സർപ്പത്തെപ്പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പ്രദേശം. അവിടെയാണ് ഗോപിനാഥം എന്ന കൊച്ചുഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കാലം 1952. കേരളത്തിൽ നമ്മൾ ഐക്യകേരള രൂപീകരണത്തിനായുള്ള ചർച്ചകൾ നടക്കുന്ന കാലം. കൃഷിയും ദാരിദ്ര്യവും നിഷ്കളങ്കതയും ഇടകലർന്ന വൈദ്യുത വിളക്കുകൾ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലത്താണ് ഗോപിനാഥം ഗ്രാമത്തിലെ കൂസ് മുനിസാമിക്കും പൊന്നാത്താൾക്കും ഒരു ആൺകുട്ടി ജനിക്കുന്നത്. ഇരുനിറം, ഉരുണ്ട കണ്ണുകൾ, ആരെയും കൂസാത്ത നോട്ടം. അവർ അവന് പേരിട്ടു വീരപ്പൻ. ഗോപിനാഥം അന്ന് ഇന്നത്തെ പോലെയല്ല. കാടും നാടും തമ്മിൽ വലിയ അതിർവരമ്പുകളില്ലാതിരുന്ന കാലമാണത്. വയനാട്ടിലെ കുടിയേറ്റ കർഷകർ കാടിനോട് മല്ലിട്ട് ജീവിക്കുന്നതുപോലെ ഗോപിനാഥത്തെ മനുഷ്യരും കാടിനെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ആ ആശ്രയം പലപ്പോഴും അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ചെറുപ്പത്തിൽ വീരപ്പൻ കണ്ടിരുന്ന ലോകം വളരെ വിചിത്രമായിരുന്നു. രാവിലെ കോടമഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ഉച്ചയാകുമ്പോൾ ഉഷ്ണക്കാറ്റ് വീശുന്ന പാറക്കൂട്ടങ്ങൾ, സന്ധ്യയായാൽ ആനകളുടെ ചിഹ്നം വിളി കേൾക്കുന്ന ഗ്രാമവഴികൾ. കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ വളർന്ന ഏതൊരാൾക്കും പരിചിതമായ കാഴ്ചകൾ തന്നെയായിരുന്നു അതും. പക്ഷേ അവിടെ കാറ്റിന് ചന്ദനത്തിന്റെ മണമായിരുന്നു. ആ മണം വെറുമൊരു സുഗന്ധമായിരുന്നില്ല, മറിച്ച് പണത്തിന്റെ ഗന്ധമായിരുന്നു. കുഞ്ഞു വീരപ്പന്റെ ഹീറോകൾ സിനിമാ നടന്മാരായിരുന്നില്ല, തോക്കുമെടുത്ത് കാടുകയറുന്ന വേട്ടക്കാരായിരുന്നു. അതിലൊരാളായിരുന്നു സെവി ഗൗണ്ടർ. കാടിന്റെ നിയമങ്ങൾ മാത്രമനുസരിക്കുന്ന, കാടിന്റെ ഭാഷയറിയുന്ന, നിയമവ്യവസ്ഥയ്ക്ക് പിടികൊടുക്കാത്ത സെവി ഗൗണ്ടർ. സ്കൂളിലെ പാഠപുസ്തകങ്ങളെക്കാൾ വീരപ്പനെ ആകർഷിച്ചത് ഗൗണ്ടർ പറയുന്ന കാട്ടിലെ കഥകളായിരുന്നു. മകനെ, ഈ കാടൊരമ്മയെപ്പോലെയാണ്. സ്നേഹിച്ചാൽ അവൾ അന്നം തരും, ദ്രോഹിച്ചാൽ അവൾ കാലനാകും എന്ന് ഗൗണ്ടർ പറയുമ്പോൾ വീരപ്പന്റെ കണ്ണുകളിൽ തിളക്കം കൂടുമായിരുന്നു. നമുക്കറിയാം, കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. കേരളത്തിലെ കുട്ടികൾ പാടത്തും പറമ്പിലും ഓടിക്കളിച്ചു വളരുമ്പോൾ വീരപ്പൻ നടന്നു പഠിച്ചത് ആനത്താരകളിലൂടെയായിരുന്നു. പുഴയിലെ ഒഴുക്കിനേക്കാൾ അവനെ പഠിപ്പിച്ചത് കാട്ടിലെ നിശബ്ദതയായിരുന്നു. ഓരോ മൃഗത്തിന്റെയും ശബ്ദം തിരിച്ചറിയാനും കാറ്റിൽ വരുന്ന മാറ്റം കൊണ്ട് അപകടം മണത്തറിയാനും അവൻ പഠിച്ചു. പക്ഷേ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. 10ാം വയസ്സിൽ കയ്യിൽ പുസ്തകങ്ങളിരിക്കേണ്ട പ്രായത്തിൽ അവന്റെ കൈകളിലെത്തിയത് ഒരു നാടൻ തോക്കായിരുന്നു. അത് വെറുമൊരു ആയുധമായിരുന്നില്ല, അവന്റെ വിധി മാറ്റിമറിച്ച ഒരു താക്കോലായിരുന്നു. സെവി ഗൗണ്ടറുടെ കൂടെ ആദ്യമായി അവൻ കാട്ടിലേക്ക് പോയ ആ ദിവസം, അത് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. അന്ന് കാടിനു വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. കാവേരി നദി ശാന്തമായി ഒഴുകുന്നു. ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം തറയിൽ നിഴൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അവർ ഒരാനയെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. നമ്മൾ സാധാരണക്കാർക്ക് ഒരാനയെ കാണുന്നത് കൗതുകമാണ്, അല്ലെങ്കിൽ ഭയമാണ്. പക്ഷെ അവർക്ക് അത് നടന്നുവരുന്ന സ്വർണമായിരുന്നു. ആനക്കൊമ്പ്, വെളുത്ത സ്വർണം. ആദ്യത്തെ വെടിശബ്ദം കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. അത് കേവലം ഒരു വെടിയൊച്ചയായിരുന്നില്ല. ഒരു സാധാരണ ബാലനിൽ നിന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനിലേക്കുള്ള വീരപ്പന്റെ പരിണാമത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ ആന പിടഞ്ഞു വീഴുമ്പോൾ, അതിന്റെ കണ്ണുകളിലെ തിളക്കം മായുമ്പോൾ, വീരപ്പൻ എന്ന ബാലന്റെ ഉള്ളിലെ നിഷ്കളങ്കതയും
അവിടെ മരിച്ചു വീഴുകയായിരുന്നു. ആ സംഭവം അവന് വല്ലാതെ മാറ്റിമറിച്ചു. ചോരയുടെ ഗന്ധം അവന് ലഹരിയായി മാറി. കാട് അവന് വീടായി. അവൻ കാടിന്റെ ഓരോ മുക്കും മൂലയും ഹൃദിസ്ഥമാക്കി. എവിടെയൊക്കെ ഗുഹകളുണ്ടെന്നും എവിടെയൊക്കെ വെള്ളം കിട്ടുമെന്നും പോലീസിന് കടന്നുവരാൻ കഴിയാത്ത ദുർഘടമായ പാതകൾ ഏതൊക്കെയാണെന്നും അവൻ മനഃപ്പാഠമാക്കി. 14-ാം വയസ്സിൽ അവൻ സ്വന്തമായൊരു സംഘമുണ്ടാക്കി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന പ്രായത്തിൽ ഒരു 14-കാരൻ കാട്ടിലെ നിയമങ്ങൾ തിരുത്തിക്കുറിക്കാൻ തുടങ്ങുകയായിരുന്നു. അവന്റെ സംഘത്തിലേക്ക് ചെറുപ്പക്കാർ ഒഴുകിയെത്തി. ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും പൊറുതിമുട്ടിയ ഗ്രാമീണർക്ക് അവനൊരു രക്ഷകനെപ്പോലെ തോന്നി. അവനവർക്ക് പണം നൽകി, ഭക്ഷണം നൽകി. പകരം അവർ അവന് വിശ്വസ്തത നൽകി. പോലീസുകാർ ഗ്രാമത്തിൽ വന്നാൽ വിവരം കാട്ടുതീ പോലെ അവനിലെത്തും. അണ്ണാ, പോലീസ് വരുന്നുണ്ട് എന്നൊരു സന്ദേശം മതി, വീരപ്പനും സംഘവും മഞ്ഞുപോലെ അപ്രത്യക്ഷമാകും. കാട് അവനെ സംരക്ഷിച്ചു. അവൻ കാടിന്റെ മകനായി, കാടിന്റെ കാവൽക്കാരനായി, ഒപ്പം കാടിന്റെ അന്തകനുമായി. ചന്ദനമരങ്ങൾ ഓരോന്നായി വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ, മണ്ണിന്റെ ഓർമ്മകൾ പേറുന്ന മരങ്ങൾ വെറുമൊരു കോടാലിക്ക് മുന്നിൽ തലകുനിച്ചു. ആ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് അവൻ ആസ്വദിച്ചു. പക്ഷെ ഇതിനിടയിലും അവനൊരു പ്രണയമുണ്ടായിരുന്നു. അതേതെങ്കിലും പെൺകുട്ടിയോടായിരുന്നില്ല, തന്റെ തോക്കിനോടും തന്റെ മീശയോടുമായിരുന്നു. ആ പിരിയൻ മീശ അവന്റെ അഹങ്കാരത്തിന്റെ ചിഹ്നമായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ കണ്ടതൊരു കുറ്റവാളിയെയായിരുന്നില്ല, മറിച്ച് വനത്തിലെ രാജാവിനെയായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് കാവേരിയുടെ തീരത്ത് പാറപ്പുറത്തിരുന്ന് അവൻ ആലോചിച്ചു, ഈ കാട് എന്റേതാണ്, ഇവിടെ ഒരില അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. ആ ചിന്തയായിരുന്നു അവന്റെ ഉദയവും ഒപ്പം അവന്റെ നാശത്തിന്റെ വിത്തും. അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കും എന്നു പറയുന്നത് എത്ര സത്യമാണ്. ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് അവൻ റോബിൻഹുഡായിരുന്നു. വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികൾ തങ്ങളുടെ ഊരുമൂപ്പനെ സ്നേഹിക്കുന്നതുപോലെ അവർ അവനെ സ്നേഹിച്ചു. കാരണം അവൻ കൊള്ളയടിച്ച പണത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് നൽകിയിരുന്നു. വിശക്കുന്നവന് അന്നം നൽകുന്നവൻ ദൈവമാണെന്നാണല്ലോ ചൊല്ല്. എന്നാൽ ആ അന്നത്തിന് രക്തത്തിന്റെ രുചിയുണ്ടായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നടിച്ചു. ഇങ്ങനെ 1970കളുടെ തുടക്കത്തിൽ സത്യമംഗലം കാടുകളിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയായിരുന്നു. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നിസ്സഹായരായി നോക്കി നിൽക്കെ വീരപ്പൻ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ കാട് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓരോ മരം വീഴുമ്പോഴും ഓരോ ആന പിടഞ്ഞു വീഴുമ്പോഴും കാട് കണക്ക് കുറിച്ചുവച്ചിരുന്നു. പ്രകൃതിക്കൊരു കണക്ക് പുസ്തകമുണ്ട്, അതിലെ കണക്കുകൾ ഒരിക്കലും തെറ്റാറില്ല. അന്ന് കാടുകൾ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു വെടിവയ്പ്പിനല്ല, മറിച്ച് പകയുടെയും പ്രതികാരത്തിന്റെയും വിത്തുകൾ പാകിയ ഒരു രാത്രിക്കാണ്. 1970കളുടെ പകുതി. ഗോപിനാഥം ഗ്രാമത്തിന് മുകളിൽ ഭീതിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. അതുവരെ കാടവർക്ക് അന്നദാതാവായിരുന്നു. എന്നാൽ ഇപ്പോൾ കാടൊരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരുന്നു. കേരളത്തിലെ വയനാടൻ ചുരങ്ങളിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരില അനങ്ങിയാൽ പോലും നമ്മൾ ഭയത്തോടെ നോക്കുന്ന ആ ഒരു മാനസികാവസ്ഥയില്ലേ, അതുപോലെ ഗോപിനാഥത്തെ ഓരോ ഗ്രാമീണനും കാടിനെ നോക്കി ഭയക്കാൻ തുടങ്ങി. വീരപ്പന്റെ സാമ്രാജ്യം വളരുകയായിരുന്നു. തുടക്കത്തിൽ ആനക്കൊമ്പ് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ചന്ദനമരങ്ങളിലേക്കും അവന്റെ ശ്രദ്ധ തിരിഞ്ഞു. പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗങ്ങളിൽ വളരുന്ന ചന്ദനമരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സ്വർണത്തേക്കാൾ വിലയുണ്ട്. പക്ഷേ ആ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ കാട് കരയുന്ന ശബ്ദം ആരും കേട്ടില്ല. ഈ സമയത്താണ് വീരപ്പന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ മാറ്റം സംഭവിക്കുന്നത്. അതുവരെ അവൻ കാടിന്റെ നിയമങ്ങൾ ലംഘിക്കുന്ന വെറുമൊരു വേട്ടക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ അധികാരത്തിന്റെ രുചി അറിഞ്ഞതോടെ അവൻ കാടിന്റെ നിയമം തന്നെയായി മാറാൻ തീരുമാനിച്ചു. തന്റെ ഗുരുവായ സെവി ഗൗണ്ടറുടെ അറസ്റ്റ് അവനെ വല്ലാതെ ബാധിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. സാധാരണഗതിയിൽ ഒരു കുറ്റവാളി പിടിക്കപ്പെടുമ്പോൾ അയാളുടെ ശിഷ്യന്മാർ ഭയന്നോടുകയോ കീഴടങ്ങുകയോ ആണ് പതിവ്. എന്നാൽ വീരപ്പൻ ചെയ്തത് മറ്റൊന്നായിരുന്നു. അവൻ കൂടുതൽ ആഴത്തിലുള്ള കാടുകളിലേക്ക് നീങ്ങി. ഇവിടെയാണ് അവന്റെ സംഘത്തിന്റെ ഘടന മാറുന്നത്. പണത്തിനു വേണ്ടിയല്ല, മറിച്ച്
വീരപ്പനോടുള്ള വിധേയത്വം കൊണ്ട് ജീവൻ കളയാൻ തയ്യാറുള്ള ഒരു പറ്റം യുവാക്കൾ അവന് ചുറ്റും അണിനിരന്നു. അവർക്കവൻ ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ഒരു രക്ഷകനായിരുന്നു. പക്ഷേ കാട്ടിലെ സമാധാനം പൂർണ്ണമായും തകർന്നത് ആ വെടിയൊച്ചയോടുകൂടിയാണ്. മൃഗങ്ങളെ കൊന്ന തോക്ക് മനുഷ്യർക്ക് നേരെ തിരിഞ്ഞ ആ നിമിഷം. അതൊരു സന്ധ്യാസമയമായിരുന്നു. കാട്ടിലെ ഒരു അരുവിക്ക് സമീപം വീരപ്പനും സംഘവും വിശ്രമിക്കുന്നു. പെട്ടെന്നാണ് കാട്ടിൽ അപരിചിതമായൊരു ഗന്ധം അവർ തിരിച്ചറിഞ്ഞത്. മൃഗങ്ങളുടെ ഗന്ധമല്ല, മനുഷ്യന്റേത്. കാക്കി യൂണിഫോം ധരിച്ച ഫോറസ്റ്റ് ഗാർഡുകൾ. അന്ന് അവിടെ എത്തിയത് പതിവ് റോന്തു ചുറ്റലിനായിരുന്നില്ല, മറിച്ച് വീരപ്പന്റെ താവളം തേടിയായിരുന്നു. ഇരുവശത്തുനിന്നും വെടിയുണ്ടകൾ പാഞ്ഞു. സത്യമംഗലം കാടുകൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ. പക്ഷെ കാടിന്റെ ഭൂമിശാസ്ത്രം വീരപ്പന് സ്വന്തം കൈവെള്ളയിലെ രേഖകൾ പോലെ പരിചിതമായിരുന്നു. അവൻ കാടിന്റെ മറവിലൂടെ ഒരു നിഴൽ പോലെ സഞ്ചരിച്ചു. ഒടുവിൽ ഒരു ഫോറസ്റ്റ് ഗാർഡ് വെടിയേറ്റ് വീണു. ആ മരണം അതൊരു സാധാരണ മരണമായിരുന്നില്ല. അതുവരെ വീരപ്പൻ വേട്ടക്കാരൻ എന്ന ലേബലിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ നിമിഷം മുതൽ അവൻ കൊലയാളി എന്ന പുതിയ ലേബലിലേക്ക് മാറുകയായിരുന്നു. വെടിയേറ്റു വീണ ഉദ്യോഗസ്ഥന്റെ ചോര മണ്ണിൽ പടരുമ്പോൾ വീരപ്പന്റെ സംഘാംഗങ്ങൾ പോലും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. മൃഗങ്ങളെ കൊല്ലുന്നതുപോലെയല്ല മനുഷ്യനെ കൊല്ലുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു. പക്ഷെ വീരപ്പൻ കുലുങ്ങിയില്ല. നമ്മളെ തൊട്ടാൽ നമ്മൾ തിരിച്ചു വിളിക്കും എന്നതായിരുന്നു അവന്റെ തത്വശാസ്ത്രം. ഈ സംഭവം കാട്ടുതീ പോലെ പടർന്നു. പോലീസിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഇതൊരു ഞെട്ടലായിരുന്നു. കാട്ടിലെ ഒരു സാധാരണ കള്ളൻ തങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇതോടെ വേട്ടയാടൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തി. പോലീസ് ക്യാമ്പുകൾ കാട്ടിന്റെ അതിർത്തികളിൽ ഉയർന്നു. ജീപ്പുകളുടെ ഇരമ്പൽ ഗ്രാമവഴികളിൽ സ്ഥിരമായി. നമ്മുടെ നാട്ടിൽ ഉത്സവകാലത്ത് പോലീസ് പട്രോളിംഗ് നടക്കുന്നതുപോലെ ഗോപിനാഥം ഗ്രാമം മുഴുവൻ പോലീസിന്റെ വലയത്തിലായി. പക്ഷേ വീരപ്പൻ അപ്പോഴേക്കും കാടിന്റെ പ്രേതമായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ ഒരിടത്തും സ്ഥിരമായി നിന്നില്ല. ഇന്നീ പാറക്കൂട്ടത്തിലാണെങ്കിൽ നാളെ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു ഗുഹയിലായിരിക്കും. അവൻ ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ അത്ഭുതകരമായിരുന്നു. ആനപ്പിണ്ടം കലക്കി ദേഹത്തു പുരട്ടി മനുഷ്യന്റെ ഗന്ധം മറയ്ക്കുക, ചെരുപ്പുകൾ തലതിരിച്ചു ധരിച്ചു നടന്ന് പോലീസിനെ വഴിതെറ്റിക്കുക തുടങ്ങി കാടിന്റെ അറിവുകൾ അവൻ സമർത്ഥമായി ഉപയോഗിച്ചു. ഗ്രാമവാസികളുടെ അവസ്ഥയായിരുന്നു ഏറ്റവും ദയനീയം. പകൽ പോലീസ് അവരെ ചോദ്യം ചെയ്യും. വീരപ്പനെ കണ്ടോ, അവന് ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിച്ചു മർദ്ദിക്കും. രാത്രിയാകുമ്പോൾ വീരപ്പന്റെ ആളുകൾ വരും. പോലീസിന് വിവരം കൊടുത്തോ എന്നു ചോദിച്ച് അവരും ഭീഷണിപ്പെടുത്തും. രണ്ടു തിരികല്ലുകൾക്കിടയിൽപ്പെട്ട മണികൾ പോലെ ഗ്രാമീണർ ഞെരിഞ്ഞമർന്നു. വീരപ്പന് ഗ്രാമവാസികളോടുള്ള സമീപനത്തിലും മാറ്റം വന്നു. തന്നെ ഒറ്റിക്കൊടുക്കുന്നവരെ അവൻ ക്രൂരമായി ശിക്ഷിക്കാൻ തുടങ്ങി. സംശയത്തിന്റെ പേരിൽ മാത്രം പലരും കൊല്ലപ്പെട്ടു. തന്റെ കൂടെയുള്ളവർ പോലും തന്നെ ചതിക്കുമോ എന്ന ഭയം അവനെ വേട്ടയാടാൻ തുടങ്ങി. ഈ ഭയമാണ് അവനെ കൂടുതൽ അപകടകാരിയാക്കിയത്. ഒരിക്കൽ തന്റെ സംഘത്തിലെ തന്നെ ഒരംഗം പോലീസിന് വിവരം ചോർത്തുന്നുണ്ടെന്ന സംശയം വീരപ്പന് തോന്നി. ഒരു രാത്രി എല്ലാവരും തീക്കു ചുറ്റും ഇരിക്കുമ്പോൾ അവൻ ആ യുവാവിനെ വിളിച്ചു. ചോദ്യങ്ങളില്ലായിരുന്നു, വിചാരണയില്ലായിരുന്നു. കാട്ടിലെ നീതി നടപ്പിലാക്കി. ആ സംഭവം സംഘാംഗങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഭയം വിതച്ചു. സ്നേഹം കൊണ്ടല്ല, ഭയം കൊണ്ടാണവർ അവനെ അനുസരിക്കുന്നതെന്നുറപ്പുവരുത്താൻ വീരപ്പൻ ആഗ്രഹിച്ചു. കാടിന്റെ സൗന്ദര്യം മെല്ലെ മാഞ്ഞുപോകുകയായിരുന്നു. പക്ഷികളുടെ പാട്ടിനേക്കാൾ കൂടുതൽ അവിടെ കേട്ടത് വെടിയൊച്ചകളും നിലവിളികളുമായിരുന്നു. സത്യമംഗലം കാടുകൾ രക്തം കുടിച്ച് ദാഹം തീർക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് വീരപ്പന്റെ വ്യക്തിജീവിതത്തിലും ചില സംഭവവികാസങ്ങളുണ്ടാകുന്നത്. കൊടുംകാട്ടിലും പ്രണയം മുട്ടിടുമെന്ന് തെളിയിച്ചുകൊണ്ട് മുത്തുലക്ഷ്മി എന്ന പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ഈ സംഘർഷഭരിതമായ കാലത്താണ്. അതൊരു സാധാരണ പ്രണയകഥയായിരുന്നില്ല. തോക്കിൻ കുഴലിലൂടെ പൂത്ത പ്രണയം. മുത്തുലക്ഷ്മിയുമായുള്ള വിവാഹവും കാട്ടിലെ അവരുടെ ജീവിതവും വീരപ്പന്റെ കഥയിലെ മറ്റൊരു പ്രധാന അധ്യായമാണ്. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ച ആ സ്ത്രീക്ക് ലഭിച്ചത് കാട്ടിലെ അലച്ചിലും ഒളിവു ജീവിതവുമായിരുന്നു. എന്നാൽ അതവനെ മാനസികമായി അല്പം ശാന്തനാക്കിയിരുന്നുവോ? അതോ പ്രിയപ്പെട്ടവർ കൂടെയുണ്ടെന്നത് അവനെ കൂടുതൽ ദുർബലനാക്കിയോ? സത്യമംഗലം കാടുകളിലെ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാട്ടിന് ഇപ്പോൾ വെടിമരുന്നിന്റെ ഗന്ധം മാത്രമായിരുന്നില്ല, ചതിയുടെയും നഷ്ടപ്രണയങ്ങളുടെയും കഥകൾ കൂടി പറയാനുണ്ടായിരുന്നു. 1980കളുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ വീരപ്പൻ എന്ന പേര് ഒരു വ്യക്തിയിൽ നിന്നും ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരുന്നു.
കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പണ്ട് നിലനിന്നിരുന്ന നാട്ടുരാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരുടെയോ പരിവേഷമായിരുന്നില്ല അയാൾക്ക്. മറിച്ച് കാണാത്ത ദൈവത്തെപ്പോലെ, എന്നാൽ ശിക്ഷിക്കാൻ മടിക്കാത്ത ഒരു അദൃശ്യ ശക്തിയെപ്പോലെ അയാൾ കാടിനെ നിയന്ത്രിച്ചു. ഈ കാലഘട്ടത്തിലാണ് വീരപ്പന്റെ ക്രൂരത അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. അതുവരെ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നവൻ തടസ്സമായി നിൽക്കുന്ന മനുഷ്യരെയും വേട്ടയാടാൻ മടിക്കില്ലെന്ന് തെളിയിച്ച സമയം. 1987 നടന്ന ചിദംബരം എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും ഇതിനൊരു വലിയ ഉദാഹരണമായിരുന്നു. ചിദംബരം ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നില്ല, സത്യസന്ധനും കർക്കശക്കാരനുമായ ഉദ്യോഗസ്ഥൻ. നമ്മുടെ നാട്ടിലെ ചില കൃത്യനിഷ്ഠയുള്ള വില്ലേജ് ഓഫീസർമാരെയോ പോലീസുകാരെയോ പോലെ നിയമം വിട്ടൊരു കളിക്ക് അദ്ദേഹം തയ്യാറല്ലായിരുന്നു. വീരപ്പനെ സംബന്ധിച്ചിടത്തോളം ചിദംബരം ഒരു വലിയ തലവേദനയായിരുന്നു. ആ പക തീർക്കാൻ വീരപ്പൻ തിരഞ്ഞെടുത്തത് ചതിയുടെ മാർഗമായിരുന്നു. ഒരു രാത്രിയിൽ കാടിന്റെ നിശബ്ദതയിൽ നിന്ന് ഒരു കൂട്ടം നിഴലുകൾ ചിദംബരത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഇരച്ചുകയറി. അദ്ദേഹത്തെ ബലമായി കാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങളോളം തമിഴ്നാട് സർക്കാർ മുൾമുനയിൽ നിന്നു. ചിദംബരത്തെ വിട്ടയക്കാൻ സർക്കാർ പല വഴികൾ നോക്കി. എന്നാൽ കാടിന്റെ ഉള്ളിൽ കോടതിയും വിധിയും നടപ്പിലാക്കുന്നത് വീരപ്പനായിരുന്നു. ഒടുവിൽ ചിദംബരത്തിന്റെ ജീവഹീനമായ ശരീരം കണ്ടെടുക്കുമ്പോൾ അത് ഭരണകൂടത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. കാട്ടിലെ രാജാവ് താനാണെന്ന് വീരപ്പൻ പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ. ഈ രക്തച്ചൊരിച്ചിലുകൾക്കിടയിലും കാടിന്റെ ഹൃദയത്തിൽ മറ്റൊരു കഥ കൂടി തളിരിടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ വീരപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ ഹൃദയസ്പർശിയുമായ അധ്യായം, മുത്തുലക്ഷ്മി. നമ്മുടെ മലയാള സിനിമകളിൽ കാണുന്നതുപോലൊരു പ്രണയമായിരുന്നില്ല അത്. 1990കളുടെ തുടക്കം. ധർമ്മപുരി ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു മുത്തുലക്ഷ്മി. വീരപ്പൻ എന്ന പേര് കേട്ടാൽ ഗ്രാമം വിറയ്ക്കുന്ന കാലം. എന്നാൽ മുത്തുലക്ഷ്മിക്ക് ആ പേരിനോട് ഭയമായിരുന്നില്ല, മറിച്ച് ആരാധനയായിരുന്നു. ഗ്രാമത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കണ്ടുവളർന്ന ആ പെൺകുട്ടിക്ക് പാവങ്ങളെ സഹായിക്കുന്ന വീരപ്പൻ ഒരു രക്ഷകനായി തോന്നി. കാടിന്റെ അതിർത്തിയിലുള്ളൊരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അവരുടെ കൂടിക്കാഴ്ചകൾ. തോക്കിൻകുഴലുകൾ കാവൽ നിന്ന പ്രണയം. ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് 1991 അവൾ വീരപ്പനൊപ്പം കാട് കയറി. ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ ഒരു സാധാരണ വീട്ടിലെ കുട്ടി എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് കല്ലും മുള്ളും നിറഞ്ഞ ഏതു നിമിഷവും മരണം മുന്നിലെത്താവുന്ന കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അത് വെറുമൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, മരണത്തിലേക്കുള്ള ഒരു നടപ്പായിരുന്നു. പക്ഷേ കാട്ടിലെ ജീവിതം മുത്തുലക്ഷ്മി സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല. അവിടെ സിനിമയിലെ റൊമാൻസ് ഉണ്ടായിരുന്നില്ല. കൊടും തണുപ്പും നിർത്താത്ത മഴയും അട്ടകളുടെ കടിയും എപ്പോഴും വേട്ടയാടുന്ന പോലീസും മാത്രമായിരുന്നു കൂട്ട്. പല രാത്രികളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാതെ അവർ അലഞ്ഞു. ഗർഭിണിയായിരുന്ന സമയത്തുപോലും കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്ന ആ സ്ത്രീയുടെ അവസ്ഥ അതിദയനീയമായിരുന്നു. എങ്കിലും അവൾ വീരപ്പനെ സ്നേഹിച്ചു. അവന്റെ നിഴലായി അവൾ മാറി. ഈ സമയത്താണ് വീരപ്പന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക സംഭവം നടക്കുന്നത്. DFO ശ്രീനിവാസ് എന്ന ഉദ്യോഗസ്ഥന്റെ കൊലപാതകം. ശ്രീനിവാസ്, ആ പേര് കേൾക്കുമ്പോൾ ഇന്നും സത്യമംഗലത്തെ പഴയ തലമുറയുടെ കണ്ണുകൾ നിറയും. ഗാന്ധിയനായൊരു ഉദ്യോഗസ്ഥൻ. തോക്കുകൊണ്ടല്ല, സ്നേഹം കൊണ്ട് വീരപ്പനെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ച മനുഷ്യൻ. അദ്ദേഹം ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങൾ പണിതു, പാവങ്ങൾക്ക് സഹായങ്ങൾ നൽകി. വീരപ്പന്റെ സ്വാധീനം കുറയ്ക്കാൻ ജനമനസ്സുകളിൽ ഇടം നേടി. വീരപ്പനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഒരേയൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹമായിരിക്കും. തുടക്കത്തിൽ വീരപ്പനും ശ്രീനിവാസിനെ ബഹുമാനിച്ചിരുന്നു. സ്വാമി എന്നായിരുന്നു വീരപ്പൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്നാൽ വീരപ്പന്റെ മനസ്സിലെ സംശയരോഗം അല്ലെങ്കിൽ പാരനോയ ആ ബന്ധത്തെയും തകർത്തു. ശ്രീനിവാസ് തന്നെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വീരപ്പൻ തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിൽ തന്റെ അനുയായികൾ ശ്രീനിവാസിനെ കൂടുതൽ സ്നേഹിക്കുന്നത് അവനിലെ വില്ലനെ അസ്വസ്ഥനാക്കി. അതൊരു ചതിയായിരുന്നു. കീഴടങ്ങാമെന്ന വ്യാജേന വീരപ്പൻ ശ്രീനിവാസനെ കാടിനുള്ളിലേക്ക് ക്ഷണിച്ചു. നിരായുധനായി വിശ്വാസത്തോടെ കാട് കയറിയ ആ ഉദ്യോഗസ്ഥനെ കാത്തിരുന്നത് മരണമായിരുന്നു. ശ്രീനിവാസനെ ക്രൂരമായി കൊലപ്പെടുത്തി തലയറുത്തു മാറ്റിയ സംഭവം കാടിനെ മാത്രമല്ല, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു. ശ്രീനിവാസന്റെ മരണം സത്യമംഗലം കാടുകളിലെ അവസാനത്തെ വെളിച്ചമണയ്ക്കുന്നതുപോലെയായിരുന്നു.
അതുവരെ വീരപ്പനിൽ നന്മയുടെ വിശ്വസിച്ചിരുന്നവർ പോലും അതോടെ അവനെ വെറുക്കാൻ തുടങ്ങി. സ്നേഹത്തോടെ നീട്ടിയ കൈ വെട്ടിമാറ്റിയവൻ എന്ന പേരുദോഷം അവന് ചാർത്തിക്കെട്ടി. ആ രാത്രിയിൽ ശ്രീനിവാസന്റെ തലയില്ലാത്ത ശരീരം നോക്കി വീരപ്പൻ എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും? കുറ്റബോധം തോന്നിയിട്ടുണ്ടാകുമോ? അതോ തന്റെ സാമ്രാജ്യത്തിന് ഭീഷണിയാകുന്ന ആരെയും ഇല്ലാതാക്കും എന്ന അഹങ്കാരമായിരുന്നോ? അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ആ കൊലപാതകത്തോടെ വീരപ്പൻ തിരിച്ചു വിളിക്കാൻ കഴിയാത്ത വിധം ഇരുട്ടിലേക്ക് നടന്നുകഴിഞ്ഞിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം കർണാടക, തമിഴ്നാട് സർക്കാരുകൾ ഉണർന്നു. ഇത് സാധാരണ പോലീസുകൊണ്ട് നേരിടാൻ കഴിയുന്ന ഒന്നല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പ്രത്യേക ദൗത്യസേന അഥവാ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകൃതമാകുന്നത്. വോൾട്ടർ ദേവാരം എന്ന പേര് കാടുകളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമവുമായി ഒരു പറ്റം പോലീസുകാർ കാടുകയറാൻ തയ്യാറെടുത്തു. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് വേട്ടയുടെ കാലമാണ്. ഒരു വശത്ത് അത്യാധുനിക ആയുധങ്ങളുമായി STF, മറുവശത്ത് കാടിനെ പരിചയമാക്കി ഗറില്ല യുദ്ധമുറകളുമായി വീരപ്പൻ. വയനാട്ടിലെ തിരുനെല്ലിക്കാടുകളിൽ പണ്ട് നക്സലൈറ്റുകളെ തെരഞ്ഞു പോലീസ് നടന്നതുപോലെ അല്ല ഇത്. ഇതതിലും ഭീകരമായിരുന്നു. കാരണം ഇവിടെ ശത്രു അദൃശ്യനായിരുന്നു. മുത്തുലക്ഷ്മി പ്രസവിക്കുന്നതും ആ പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ കാട്ടിൽ മുഴങ്ങുന്നതും ഈ വെടിയൊച്ചകൾക്കിടയിലാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ പോലും പോലീസിന് തങ്ങളുടെ സ്ഥാനം കാട്ടിക്കൊടുക്കുമെന്ന് ഭയന്ന് സ്വന്തം ചോരയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരച്ഛന്റെ ക്രൂരതയുടെയും നിസ്സഹായതയുടെയും കഥകൾ ഇനിയുമുണ്ട്. മനുഷ്യത്വം മരതിച്ചുപോയ ആ നിമിഷങ്ങളെക്കുറിച്ച്, സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ അമർത്താൻ ശ്രമിച്ച ആ അമ്മയുടെ വേദനയെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. ഒപ്പം 1993 നടന്ന പാലാർ സ്ഫോടനം എന്ന ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പകവീട്ടലിന്റെ കഥയും. 22 പോലീസുകാരുടെ ജീവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിവിട്ട ആ സ്ഫോടനം. സത്യമംഗലം കാടുകളിൽ പെയ്ത മഴയ്ക്ക് അന്ന് ഉപ്പുവെള്ളത്തിന്റെ രുചിയായിരുന്നു. കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും രുചി. 1990കളുടെ തുടക്കത്തിൽ കാട് സാക്ഷ്യം വഹിച്ചത് വെറും വേട്ടയാടലുകൾക്കല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അവസാനത്തെ കണികകളും വറ്റിപ്പോയ ചില നിമിഷങ്ങൾക്കായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മുത്തുലക്ഷ്മിയുടെയും ആ പിഞ്ചുകുഞ്ഞിന്റെയും കാര്യമാണ്. കാടിന്റെ നിയമം വളരെ കഠിനമാണ്. അവിടെ ദുർബലർക്ക് സ്ഥാനമില്ല. മുത്തുലക്ഷ്മി പ്രസവിച്ച പെൺകുഞ്ഞ് വനദുർഗ കാടിന്റെ തണുപ്പും പ്രതികൂല സാഹചര്യങ്ങളും കാരണം ഇടവിടാതെയുള്ള കരച്ചിലായിരുന്നു. ഒരു രാത്രി പോലീസിന്റെയും STFന്റെയും ബൂട്ടുകൾ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞ സമയം. ചുറ്റും കൂരിരുട്ട്. ഒരിലയനങ്ങിയാൽ പോലും വെടിപൊട്ടുന്ന സാഹചര്യം. ആ സമയത്താണ് കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയത്. ആ കരച്ചിൽ കാട്ടിലൂടെ പ്രതിധ്വനിച്ചു. അത് തങ്ങളുടെ ഒളിത്താവളം പോലീസിന് കാട്ടിക്കൊടുക്കുമെന്ന് വീരപ്പൻ ഭയന്നു. ഒരച്ഛന്റെ വാത്സല്യത്തെക്കാൾ ഒരു കൊള്ളത്തലവന്റെ അതിജീവന തുരയ്ക്കായിരുന്നു അവിടെ മുൻതൂക്കം ലഭിച്ചത്. ആ പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ എന്നേക്കുമായി നിലച്ചു. സ്വന്തം കുഞ്ഞിന്റെ ജീവൻ സ്വയം എടുത്തു അതോ കാട്ടിൽ ഉപേക്ഷിച്ചുപോയി എന്നതിനെക്കുറിച്ച് ഇന്നും പല കഥകളുണ്ട്. എന്തുതന്നെ ആയാലും ആ സംഭവം വീരപ്പനെന്ന മനുഷ്യന്റെ ഉള്ളിലെ അവസാനത്തെ വെളിച്ചവും അണച്ചുകളഞ്ഞു. മുത്തുലക്ഷ്മിയുടെ ഉള്ളിലെ അമ്മ അന്നു മരിച്ചു. ആ നഷ്ടം അവളിലുണ്ടാക്കിയ ശൂന്യത വാക്കുകൾക്കതീതമായിരുന്നു. ഈ ക്രൂരതയ്ക്ക് ശേഷം വീരപ്പൻ കൂടുതൽ അപകടകാരിയായി മാറി. തമിഴ്നാട് STF മേധാവി വാൾട്ടർ ദേവാരമും കർണാടകയുടെ SP ഗോപാലകൃഷ്ണനും വീരപ്പനെ പിടികൂടാൻ വലവിരിച്ചു. ഗോപാലകൃഷ്ണൻ വീരപ്പന് ഒരു വെല്ലുവിളിയായിരുന്നു. നിന്നെ ഞാൻ പിടിച്ചിരിക്കും എന്ന ഗോപാലകൃഷ്ണന്റെ ശപഥം വീരപ്പന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അങ്ങനെയാണ് 1993 ഏപ്രിൽ 9 എന്ന കറുത്ത ദിനം വന്നെത്തുന്നത്. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയൊരു പകവീട്ടലിന് സത്യമംഗലം കാടുകൾ സാക്ഷിയായ ദിവസം. സ്ഥലം പാലാർ. കർണാടകയെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന പാലാർ നദിക്കരയിലുള്ള ഘാട്ട് റോഡ്. നമ്മുടെ വയനാട്ടിലെ ചുരം റോഡുകൾ പോലെ ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് മലയുമുള്ള സ്ഥലം. SP ഗോപാലകൃഷ്ണനെയും സംഘത്തെയും വകവരുത്താൻ വീരപ്പനൊരുക്കിയത് വെറുമൊരു കെണിയായിരുന്നില്ല, ഒരു യുദ്ധക്കളമായിരുന്നു. തന്റെ സംഘത്തിലെ സ്ഫോടകവസ്തു വിദഗ്ധനായിരുന്ന സൈമൺ എന്നയാളുടെ സഹായത്തോടെ റോഡിനടിയിൽ കിലോ കണക്കിന് ജെലാറ്റിൻ സ്റ്റിക്കുകൾ അവൻ കുഴിച്ചിട്ടു. എന്നിട്ട് കിലോമീറ്ററുകളകലെ ഒരു പാറയുടെ മുകളിൽ അവൻ കാത്തിരുന്നു, കയ്യിൽ ഡിറ്റനേറ്ററിന്റെ വയറുമായി. സമയം ഉച്ചയോടടുക്കുന്നു.
2 പോലീസ് വാഹനങ്ങൾ ആ വഴി വന്നു. മുന്നിൽ ഇൻഫോർമർമാരും പോലീസുകാരുമടങ്ങിയ ബസ്, പുറകിൽ SP ഗോപാലകൃഷ്ണന്റെ ജീപ്പ്. വീരപ്പന്റെ ലക്ഷ്യം ഗോപാലകൃഷ്ണനായിരുന്നു. ജീപ്പ് ബോംബ് വച്ച സ്ഥലത്തിന് മുകളിലെത്തുമ്പോൾ സ്വിച്ചിടുക, അതായിരുന്നു പദ്ധതി. പക്ഷേ വിധി അവിടെയും ഒരു ചെറിയ ട്വിസ്റ്റ് വെച്ചിരുന്നു. മുന്നിലെ ബസ് ബോംബ് വെച്ച സ്ഥലത്തിന് മുകളിലെത്തിയപ്പോൾ വീരപ്പൻ സ്വിച്ചമർത്തി. ഒരുപക്ഷെ ടൈമിങ്ങിൽ വന്ന പിഴവാകാം, അല്ലെങ്കിൽ ആരെയായാലും കൊല്ലുക എന്ന ലക്ഷ്യമാകാം. ധും! സത്യമംഗലം കാടുകൾ കുലുങ്ങിവിറച്ചു. ആ ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറം വരെ കേട്ടു. ഒരു ഭൂകമ്പം പോലെ മലനിരകൾ വിറച്ചു. ബസ് വായുവിലേക്ക് തെറിച്ചുപോയി. ഇരുമ്പുകഷ്ണങ്ങളും മനുഷ്യശരീരങ്ങളും കാറ്റിൽ പറന്നു. സമീപത്തെ മരക്കൊമ്പുകളിൽ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ തൂങ്ങിക്കിടന്നു. ചോരയുടെ മണം വെടിമരുന്നിന്റെ ഗന്ധത്തെ കീഴ്മടക്കി. ആ സ്ഫോടനത്തിൽ പൊലിഞ്ഞത് 22 ജീവനുകളായിരുന്നു. പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വഴികാട്ടികളായ സാധാരണക്കാരും അതിൽ ഉൾപ്പെട്ടിരുന്നു. SP ഗോപാലകൃഷ്ണൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റു. ആ സ്ഫോടനം ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചു. അതുവരെ വീരപ്പൻ വെറുമൊരു കൊള്ളക്കാരനായിരുന്നുവെങ്കിൽ പാലാർ സ്ഫോടനത്തോടെ അവനൊരു ഭീകരനായി, ടെററിസ്റ്റ് ആയി മുദ്രകുത്തപ്പെട്ടു. കാശ്മീരിലോ പഞ്ചാബിലോ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് തുല്യമായ ഒന്നായാണ് രാജ്യം ഇതിനെ കണ്ടത്. സ്ഫോടനത്തിന് ശേഷം പുകപടലങ്ങൾക്കിടയിലൂടെ വീരപ്പനും സംഘവും ഇറങ്ങിവന്നു. പരിക്കേറ്റ് പിടയുന്നവരെ സഹായിക്കാനല്ല, മറിച്ച് മരിച്ചവരുടെ ആയുധങ്ങൾ ശേഖരിക്കാൻ. അവിടെ ചിതറിക്കിടക്കുന്ന സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ കണ്ട് രക്ഷപ്പെട്ട പോലീസുകാർ പോലും മരവിച്ചുപോയിരുന്നു. ഈ സംഭവം ഗോപിനാഥം ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. പോലീസ് നടപടികൾ കടുപ്പിച്ചു. സംശയം തോന്നുന്ന ആരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. വീരപ്പന് ചോറു കൊടുത്തോ വെള്ളം കൊടുത്തോ എന്ന ചോദ്യങ്ങൾ മർദ്ദനമുറകളായി മാറി. നിരപരാധികളായ പല ഗ്രാമീണരും ഈ വേട്ടയാടലിൽ ഇരകളായി. പാലാർ സ്ഫോടനത്തിനു ശേഷം വീരപ്പന്റെ മാനസികാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ വന്നു. താനൊരു അജയ്യനാണെന്ന തോന്നൽ അവനിൽ രൂഢമൂലമായി. പോലീസിനെ നേരിട്ടാക്രമിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവനെ കൂടുതൽ അഹങ്കാരിയാക്കി. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവനുമറിയാമായിരുന്നു, ഈ കളി അധികകാലം തുടരാനാവില്ലെന്ന്. കാരണം കൊല്ലപ്പെട്ട 22 പേരുടെ കുടുംബങ്ങളുടെ കണ്ണീർ ശാപമായി അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി കാട്ടിലെ ഒളിത്താവളത്തിൽ തീയിട്ട് ചൂടുകായുമ്പോൾ വീരപ്പൻ തന്റെ അനുയായികളോട് പറഞ്ഞു കാണും, ഇതാണ് അധികാരം, നമ്മളെ തൊടാൻ ഇനി ആരും ധൈര്യപ്പെടില്ല. പക്ഷേ ആ തീയുടെ വെളിച്ചത്തിൽ അവന്റെ മുഖത്ത് നിഴലിച്ചത് വിജയമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ കരിനിഴലായിരുന്നു. ഈ സമയത്താണ് വീരപ്പൻ തന്റെ തന്ത്രങ്ങൾ മാറ്റുന്നത്. വെറും കൊള്ളയടിക്കപ്പുറം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ തട്ടിക്കൊണ്ടുപോകൽ എന്ന തന്ത്രം അവൻ സ്ഥിരമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കാശുമാത്രമല്ല, തന്റെ ജയിലിലായ കൂട്ടാളികളെ മോചിപ്പിക്കുക എന്ന ആവശ്യവും അവൻ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ പോലീസും വീരപ്പനും തമ്മിലുള്ള എലിയും പൂച്ചയും കളി രൂക്ഷമായിരിക്കുന്ന സമയത്താണ് 1990കളുടെ അവസാനത്തിൽ സിനിമാ കഥകളെ വെല്ലുന്ന മറ്റൊരു സംഭവം നടക്കുന്നത്. കന്നഡ സൂപ്പർ താരം രാജ്കുമാറിന്റെ തട്ടിക്കൊണ്ടുപോകൽ. ദക്ഷിണേന്ത്യയെ മുഴുവൻ സ്തംഭിപ്പിച്ച, 2 സംസ്ഥാനങ്ങളിൽ കലാപം വിതച്ച ആ 108 ദിവസങ്ങൾ. വീരപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സംഭവത്തിലേക്ക് എത്തുന്നതിനു മുൻപ് കാട്ടിൽ നടന്ന മറ്റു ചില നാടകീയ നീക്കങ്ങളുണ്ട്. ആയുധങ്ങൾക്കപ്പുറം രാഷ്ട്രീയവും മാധ്യമങ്ങളും ഈ കളിയിലേക്ക് പ്രവേശിക്കുന്ന കാലം. നക്കീരൻ ഗോപാൽ എന്ന പത്രപ്രവർത്തകൻ കാട്ടിലേക്ക് നടത്തിയ യാത്രകൾ, വീരപ്പന്റെ അഭിമുഖങ്ങൾ പുറം ലോകം കാണുന്നത്, ഇതെല്ലാം വീരപ്പനെ ഒരു ഫോക്ക് ഹീറോ പരിവേഷം നൽകാൻ സഹായിച്ചു. പാലാർ സ്ഫോടനത്തിന്റെ പ്രകമ്പനമടങ്ങിയെങ്കിലും സത്യമംഗലം കാടുകളിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് ചൂട് കൂടി വരികയായിരുന്നു. 1990കളുടെ അവസാനത്തിൽ വീരപ്പൻ വെറുമൊരു കൊള്ളക്കാരനെന്ന വേഷം അഴിച്ചുവെച്ച് ഒരു വിപ്ലവകാരിയുടെ പരിവേഷമണിയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. തോക്കിനൊപ്പം തന്നെ വലിയൊരു ആയുധം കൂടി തന്റെ കൈവശമുണ്ടെന്ന് വീരപ്പൻ തിരിച്ചറിഞ്ഞു: മാധ്യമങ്ങൾ. നക്കീരൻ എന്ന തമിഴ് വാരികയുടെ എഡിറ്ററായ ഗോപാൽ കാട്ടിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്രപ്രധാനമായിരുന്നു. അതുവരെ പോലീസ് റെക്കോർഡുകളിലെ മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിൽ മാത്രം കണ്ടിരുന്ന വീരപ്പനെ ജനങ്ങൾ വീഡിയോ കാസറ്റുകളിലൂടെ കാണാൻ തുടങ്ങി. സൈനിക വേഷം ധരിച്ച്, നെറ്റിയിൽ കുറി തൊട്ട്,
കയ്യിലൊരു തോക്കുമായി പിരിയൻ മീശ പിരിച്ചുകൊണ്ട് രാഷ്ട്രീയവും തത്വചിന്തയും പറയുന്ന വീരപ്പൻ. തമിഴ് ദേശീയതയും കാവേരി നദീജല തർക്കവുമൊക്കെ അയാളുടെ നാവിൽ നിന്ന് വീഴാൻ തുടങ്ങി. ഇത് വീരപ്പന്റെ സ്വന്തം ആശയങ്ങളായിരുന്നില്ല, മറിച്ച് തമിഴ്നാട്ടിലെ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ അയാളെ സ്വാധീനിച്ചതിന്റെ ഫലമായിരുന്നു അത്. താൻ ചെയ്യുന്നത് കൊള്ളയല്ല, മറിച്ച് തമിഴ് മക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിച്ചു. ഈ സമയത്താണ് വീരപ്പൻ തന്റെ തന്ത്രങ്ങൾ മാറ്റുന്നത്. പോലീസിനെ വെടിവെച്ചു കൊല്ലുന്നതിനേക്കാൾ ലാഭം പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നതാണെന്ന് അവൻ മനസ്സിലാക്കി. 1997 വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ കൃപാനന്ദിനെയും സേനാപതിയെയും തട്ടിക്കൊണ്ടുപോയത് ഇതിനൊരു റിഹേഴ്സൽ മാത്രമായിരുന്നു. എന്നാൽ ലോകം ഞെട്ടിവിറച്ച ആ ദിവസം വന്നെത്തിയത് 2000 ജൂലൈ 30-നായിരുന്നു. അതൊരു ഞായറാഴ്ചയായിരുന്നു. കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ഗജന്നൂർ എന്ന ഗ്രാമം. അവിടെ പ്രശസ്തമായൊരു ഫാം ഹൗസുണ്ട്. കന്നഡ സിനിമാ ലോകത്തെ അനിഷേധ്യനായ രാജാവ്, കർണാടക ജനത അണ്ണാരു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഡോക്ടർ രാജ്കുമാറിന്റെ തറവാട് വീട്. നമ്മുടെ കേരളത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അനുഭവിക്കുന്ന താരപ്പകിട്ടിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു കർണാടകത്തിൽ രാജ്കുമാറിന്റെ സ്ഥാനം. അദ്ദേഹം വെറുമൊരു നടനായിരുന്നില്ല, കന്നഡ സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു. അന്ന് വൈകുന്നേരം രാജ്കുമാറും ഭാര്യ പാർവതമ്മയും കുടുംബാംഗങ്ങളും ഗജന്നൂരിലെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. മഴ ചാറുന്നുണ്ടായിരുന്നു. കാടിന്റെ അതിർത്തിയായതുകൊണ്ടുതന്നെ നേരത്തെ ഇരുട്ടു വീണു തുടങ്ങി. രാത്രി ഏകദേശം 9 മണി. അത്താഴം കഴിഞ്ഞ് എല്ലാവരും TV കാണാൻ തയ്യാറെടുക്കുന്ന സമയം. പുറത്ത് നായ്ക്കൾ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. സാധാരണ കാട്ടുപന്നികളോ മറ്റോ വരുമ്പോഴുള്ള കുരയല്ല, അപരിചിതരായ മനുഷ്യരെ കണ്ടുള്ള കുരയാണതെന്ന് വീട്ടിലുള്ളവർക്ക് മനസ്സിലായി. നിമിഷങ്ങൾക്കുള്ളിൽ ആയുധധാരികളായ 10ഓളം പേർ വീടിനുള്ളിലേക്ക് ഇറച്ചുകയറി. മുന്നിൽ നടന്നുവന്ന രൂപം കണ്ടപ്പോൾ രാജ്കുമാറിനും കുടുംബത്തിനും വിശ്വസിക്കാനായില്ല. നീണ്ട മീശയും കയ്യിൽ തോക്കും സൈനിക വേഷവും, സാക്ഷാൽ വീരപ്പൻ. സിനിമയിൽ മാത്രം വില്ലന്മാരെ നേരിട്ടിട്ടുള്ള രാജ്കുമാർ ജീവിതത്തിലെ യഥാർത്ഥ വില്ലനെ മുന്നിൽ കണ്ടപ്പോൾ പതറിയില്ല. വീരപ്പൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. "സാമി, ഉങ്ങൾക്ക് ഉണ്ടുമാകാതെ നീങ്ക എങ്ക കൂടെ വരണം." രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോവുക എന്നത് വീരപ്പന്റെ ഏറെ നാളത്തെ പദ്ധതിയായിരുന്നു. കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇതിലും വലിയൊരു ഇരയെ കിട്ടാനില്ലെന്ന് അവനറിയാമായിരുന്നു. രാജ്കുമാറിന്റെ ഭാര്യ പാർവതമ്മ ഭയന്നു വിറച്ചു. അവർ വീരപ്പന്റെ കാലിൽ വീണ് അപേക്ഷിച്ചു, "എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്, അദ്ദേഹത്തിന് വയസ്സായി, കാട് കയറാൻ കഴിയില്ല." പക്ഷെ വീരപ്പൻ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. രാജ്കുമാറിനെയും അദ്ദേഹത്തിന്റെ മരുമകൻ ഗോവിന്ദരാജ്, ബന്ധുവായ നാഗേഷ്, സഹായി നാഗപ്പ എന്നിവരെയും കൂട്ടി വീരപ്പൻ ഇരുട്ടിലേക്കിറങ്ങി. പോകുമ്പോൾ രാജ്കുമാറിന് വേണ്ട മരുന്നുകൾ എടുക്കാൻ അവരനുവദിച്ചു. വീരപ്പൻ പാർവതമ്മയോട് പറഞ്ഞു, "പോലീസിനെ അറിയിക്കരുത്, അറിയിച്ചാൽ പിന്നെ സാമിയെ ജീവനോടെ കാണില്ല." അവർ പോയിക്കഴിഞ്ഞതും ആ വീട്ടിൽ വലിയൊരു ശൂന്യതയായിരുന്നു. പാർവതമ്മ ഉടൻ തന്നെ ഫോണെടുത്ത് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും വിളിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജൂലൈ 31 നേരം വെളുത്തപ്പോൾ കർണാടകയും തമിഴ്നാടും ഉണർന്നത് ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. കന്നഡ മക്കൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ബാംഗ്ലൂർ നഗരം കത്തിയെരിഞ്ഞു. അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. തമിഴരും കന്നഡിഗരും തമ്മിലുള്ള വലിയൊരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സ്കൂളുകളും ഓഫീസുകളും അടച്ചുപൂട്ടി. കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയും തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയും എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി. ഇതേസമയം 70 വയസ്സിനോടടുക്കുന്ന രാജ്കുമാർ കൊടുങ്കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ആഡംബര കാറുകളിൽ മാത്രം സഞ്ചരിച്ചിരുന്ന AC മുറികളിൽ ഉറങ്ങിയിരുന്ന അദ്ദേഹം കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ മഴയത്ത് അട്ടകളുടെ കടിയേറ്റ് നടന്നു. വീരപ്പൻ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നുവെങ്കിലും കാടാർക്കും ഇളവുകൾ നൽകാറില്ലല്ലോ. ഈ 108 ദിവസങ്ങൾ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉദ്വിഗ്നഭരിതമായ ദിനങ്ങളായിരുന്നു. വീരപ്പൻ പുതിയ പുതിയ ആവശ്യങ്ങളുമായി കാസറ്റുകൾ കൊടുത്തുവിട്ടു. ജയിലിൽ കഴിയുന്ന തന്റെ കൂട്ടാളികളെ വിട്ടയക്കണം, കാവേരി ട്രൈബ്യൂണൽ വിധി നടപ്പിലാക്കണം, തമിഴ് ഭാഷയ്ക്ക് പ്രാധാന്യം നൽകണം എന്നിങ്ങനെ പോകുന്നു ആവശ്യങ്ങൾ. 2 സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ വീരപ്പന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നക്കീരൻ ഗോപാൽ വീണ്ടും ദൂതനായി കാട്ടിലേക്ക് പോയി. രാജ്കുമാർ കാട്ടിലിരുന്ന് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവന്നു. "ഞാനിവിടെ സുഖമായിരിക്കുന്നു, ആരും അക്രമം കാണിക്കരുത്" എന്ന് ക്ഷീണിച്ച മുഖത്തോടെ പറയുന്ന രാജ്കുമാറിനെ കണ്ട് ജനങ്ങൾ കരഞ്ഞു. ആ വീഡിയോകളിൽ വീരപ്പൻ രാജ്കുമാറിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് കണ്ട് പലർക്കും രോഷം വന്നു. എന്നാൽ നിസ്സഹായരായിരുന്നു.
കാട്ടിലെ ജീവിതം രാജ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസതുല്യമായ അനുഭവമായിരുന്നു. അദ്ദേഹം അവിടെ യോഗ ചെയ്തു, പാട്ടുകൾ പാടി. വീരപ്പൻ പലപ്പോഴും രാജ്കുമാറിന്റെ പാട്ടുകൾ കേട്ട് ലയിച്ചിരുന്നു എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പെരിയ കലാകാരൻ താനെന്ന് വീരപ്പൻ സമ്മതിച്ച നിമിഷങ്ങൾ. എന്നാലും ഓരോ നിമിഷവും മരണഭയം അവിടെ തളം കെട്ടി നിന്നിരുന്നു. കാരണം STF കാടിന് പുറത്ത് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ പിഴവ് മതി വെടിവയ്പുണ്ടാകാനും രാജ്കുമാറിന്റെ ജീവൻ അപകടത്തിലാകാനും. വീരപ്പനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമായിരുന്നു. 2 സംസ്ഥാനങ്ങളെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുന്നു. കോടികളുടെ മോചനദ്രവ്യം കൈമാറപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്നും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഒടുവിൽ നീണ്ട 108 ദിവസത്തെ വനവാസത്തിനു ശേഷം നവംബർ 15-ന് രാജ്കുമാർ മോചിതനായി. അദ്ദേഹം കാട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മെലിഞ്ഞ്, ക്ഷീണിച്ചൻ, നരച്ച താടിയുമായൊരു മുനിയെപ്പോലെയായിരുന്നു. രാജ്കുമാറിന്റെ തിരിച്ചുവരവ് ഒരു ആഘോഷമായിരുന്നു. എന്നാൽ ആ ആഘോഷങ്ങൾക്കിടയിലും ഒരു ചോദ്യം ബാക്കിയായി. ഒരു ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ ഒരു കാട്ടുകള്ളൻ തോൽപ്പിച്ചുവോ? രാജ്കുമാറിന്റെ മോചനം വീരപ്പന്റെ ഗ്രാഫ് ഉയർത്തിയെങ്കിലും അതവന്റെ പതനത്തിനുള്ള തുടക്കം കൂടിയായിരുന്നു. കാരണം അതുവരെ ക്ഷമയോടെ കാത്തിരുന്ന സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ഇനി മതിയെന്ന് തീരുമാനിച്ചു. ഓപ്പറേഷൻ ജംഗിൾ സ്റ്റോം എന്ന പേരിൽ വീരപ്പനെ വേട്ടയാടാൻ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ തീരുമാനമായി. ഇവിടെയാണ് തമിഴ്നാട് STFന്റെ തലപ്പത്തേക്ക് ഒരു പുതിയ നായകൻ കടന്നുവരുന്നത്. K. വിജയകുമാർ IPS, കൂർമ്മബുദ്ധിയുള്ള തന്ത്രശാലിയായ ഉദ്യോഗസ്ഥൻ. വീരപ്പനെ പിടിക്കാൻ കാടരിച്ചു പെറുക്കിയിട്ട് കാര്യമില്ല, അവനെ കാടിനു പുറത്തിറക്കണം എന്നതായിരുന്നു വിജയകുമാറിന്റെ തിയറി. രാജ്കുമാറിന്റെ മോചനത്തോടെ സത്യമംഗലം കാടുകളിൽ താൽക്കാലികമായൊരു ശാന്തത വന്നുചേർന്നു. എന്നാൽ അത് കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ 2 പ്രബലമായ സംസ്ഥാനങ്ങളെ മുൾമുനയിൽ നിർത്തിയ വീരപ്പൻ താൻ അജയനാണെന്ന അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു അപ്പോൾ. എന്നാൽ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അപമാനത്തിന്റെ കാലഘട്ടമായിരുന്നു. ഒരു കാട്ടുകള്ളന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന പോലീസ് സേനയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും മുറിവേറ്റ അഭിമാനം പകയായി മാറാൻ അധികം സമയം വേണ്ടിവന്നില്ല. 2001-ൽ തമിഴ്നാട് STFന്റെ തലപ്പത്തേക്ക് K. വിജയകുമാർ IPS കടന്നുവരുന്നതോടെയാണ് വീരപ്പൻ വേട്ടയുടെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്നത്. അതുവരെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു വിജയകുമാർ. ആക്രോശങ്ങളോ വലിയ സേനാവിന്യാസങ്ങളോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ രീതി. നിശബ്ദമായ നീക്കങ്ങൾ. വീരപ്പനെ പിടിക്കാൻ കാട് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ട് കാര്യമില്ല, മറിച്ച് അവന്റെ മനസ്സ് വായിക്കണം എന്നതായിരുന്നു വിജയകുമാറിന്റെ സിദ്ധാന്തം. അദ്ദേഹം ആദ്യം ചെയ്തത് STFന്റെ പ്രവർത്തന രീതി മാറ്റുക എന്നതായിരുന്നു. വലിയ ജീപ്പുകളിൽ സൈറൺ മുഴക്കി കാട്ടിലൂടെ പോകുന്ന രീതി അദ്ദേഹം നിർത്തിച്ചു. പകരം ചെറിയ സംഘങ്ങളായി കാടിന്റെ നിറമുള്ള വേഷങ്ങൾ ധരിച്ച് കാട്ടിൽ തന്നെ ദിവസങ്ങളോളം തങ്ങുന്ന ജംഗിൾ വാർഫെയർ തന്ത്രം ആവിഷ്കരിച്ചു. വീരപ്പൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ചിന്തിക്കാൻ അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിച്ചു. അവർ കാടിന്റെ ഭാഷ പഠിച്ചു, കാട്ടിലെ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചു. അതേസമയം കാട്ടിനുള്ളിൽ വീരപ്പന്റെ സ്ഥിതി പതുക്കെ പരുങ്ങലിലായി തുടങ്ങിയിരുന്നു. രാജ്കുമാരനെ തട്ടിക്കൊണ്ടുപോയതിലൂടെ ലഭിച്ച പണം കയ്യിലുണ്ടായിരുന്നെങ്കിലും അത് ചിലവാക്കാൻ കഴിയാത്ത അവസ്ഥ. കാട്ടിലെ രാജാവായിരുന്നിട്ടും ഒരു നേരത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഗതികേട്. മാത്രമല്ല, പ്രായം വീരപ്പനെ ബാധിച്ചു തുടങ്ങിയിരുന്നു. കാഴ്ചക്കുറവ് അഥവാ കാറ്ററാക്ട് അവനെ അലട്ടാൻ തുടങ്ങി. തോക്കിന്റെ ഉന്നം പിഴയ്ക്കുമോ എന്ന ഭയം ആ പഴയ വില്ലാലി വീരനെ വേട്ടയാടാൻ തുടങ്ങി. ആസ്തമയുടെ ശ്വാസമുട്ടൽ പല രാത്രികളിലും അവനെ ഉറക്കിയില്ല. അവന്റെ വിശ്വസ്തരായ അനുയായികളുടെ എണ്ണവും കുറഞ്ഞു. സേത്തുകുളി ഗോവിന്ദൻ, ചന്ദ്രൻ, സേത്തുമണി എന്നിങ്ങനെ വിരലിലെണ്ണാവുന്നവർ മാത്രം ബാക്കിയായി. ബാക്കിയുള്ളവർ ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ കീഴടങ്ങി. കൂടെയുള്ളവർ കുറയുന്തോറും വീരപ്പന്റെ സംശയം കൂടിക്കൂടി വന്നു. സ്വന്തം നിഴലിനെ പോലും അവൻ ഭയപ്പെട്ടു. ഈ സമയത്താണ് വീരപ്പൻ തന്റെ അവസാനത്തെ വലിയ അബദ്ധം കാണിക്കുന്നത്. 2002 ഓഗസ്റ്റിൽ കർണാടക മുൻ മന്ത്രി H. നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നെങ്കിൽ നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയത് വ്യക്തിപരമായ ഒരു പകയുടെ കൂടി പുറത്തായിരുന്നു. വീരപ്പന്റെ സ്വന്തം ഗ്രാമമായ ഗോപിനാഥത്തിനടുത്തുള്ള കാമാഗരെ ഗ്രാമവാസിയായിരുന്നു നാഗപ്പ. ഒരേ പ്രദേശത്തുകാരായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പണ്ടേ ശത്രുതയുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ നാഗപ്പയുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ തോക്കിൻ മുനയിൽ കാട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും കർണാടക തമിഴ്നാട് സർക്കാരുകൾ ഞെക്കി.
രാജ്കുമാർ സംഭവം ആവർത്തിക്കുമോ എന്ന് ജനം ഭയന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. സർക്കാരുകൾ ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഇനി വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലായിരുന്നു ജയലളിതയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ. STF കാടിളക്കി മറിച്ചു. 106 ദിവസങ്ങൾ. നാഗപ്പ കൊടുങ്കാട്ടിൽ വീരപ്പന്റെ തടവിലായിരുന്നു. പക്ഷേ രാജ്കുമാറിനെ പോലെ നാഗപ്പ തിരിച്ചു വന്നില്ല. ഡിസംബർ മാസത്തിൽ കാടിന്റെ ഒരു മൂലയിൽ നിന്ന് നാഗപ്പയുടെ അഴുകിത്തുടങ്ങിയ മൃതദേഹം കണ്ടെടുത്തു. നാഗപ്പയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് ഇന്നും ഒരു തർക്കവിഷയമാണ്. STFുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ വെടിയേറ്റതാണെന്ന് വീരപ്പൻ അവകാശപ്പെട്ടു. എന്നാൽ വീരപ്പൻ കൊന്നതാണെന്ന് പോലീസും പറഞ്ഞു. എന്തുതന്നെയായാലും ആ മരണം വീരപ്പന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു. അതുവരെ വീരപ്പനോട് അല്പമെങ്കിലും അനുഭാവം കാണിച്ചിരുന്ന ഗ്രാമീണർ പോലും അവനെ വെറുത്തു. ഒരു നിരപരാധിയെ, അതും ഒരു ജനപ്രതിനിധിയെ കൊലപ്പെടുത്തിയതോടെ വീരപ്പൻ ജനങ്ങളുടെ കണ്ണിൽ വെറുമൊരു കൊലപാതകിയായി ചുരുങ്ങി. നാഗപ്പയുടെ മരണത്തോടെ വിജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസേന തന്ത്രങ്ങൾ കൂടുതൽ മൂർച്ച കൂട്ടി. അവർ ഓപ്പറേഷൻ കൊക്കൂൺ എന്ന വമ്പൻ പദ്ധതിയുടെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിജയ്കുമാർ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്: കാട്ടിൽ വെച്ച് വീരപ്പനെ പിടിക്കുക അസാധ്യമാണ്. കാരണം കാട് അവന് അമ്മയെപ്പോലെയാണ്. അവിടെ അവൻ 1000 ഒളിച്ചിടങ്ങളുണ്ട്. അവനെ പുറത്തെത്തിക്കണം. അതിനു വേണ്ടത് ഇന്റലിജൻസാണ്, വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ള ചാരന്മാർ. STF ഉദ്യോഗസ്ഥർ സാധാരണ വേഷത്തിൽ ഗ്രാമങ്ങളിൽ അലിഞ്ഞുചേർന്നു. ചിലർ കച്ചവടക്കാരായി, ചിലർ ബസ് കണ്ടക്ടർമാരായി, ചിലർ കൂലിപ്പണിക്കാരായി. അവർ ഗ്രാമീണരുമായി സൗഹൃദം സ്ഥാപിച്ചു. വീരപ്പന്റെ ദൂതന്മാർ ആരൊക്കെയാണ്, അവരെപ്പോഴാണ് വരുന്നത്, ആർക്കാണ് വീരപ്പൻ പണം കൊടുത്തു വിടുന്നത് തുടങ്ങിയ നിർണായക വിവരങ്ങൾ അവർ ചോർത്തിയെടുത്തു. ഗ്രാമീണരുടെ മനസ്സുമാറ്റാനായി പോലീസ് സേവനങ്ങൾ ചെയ്തു തുടങ്ങി. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി, സ്കൂളുകൾ നന്നാക്കി, റോഡുകൾ വെട്ടി. പതുക്കെ പതുക്കെ വീരപ്പന്റെ ഇൻഫോർമർ ശൃംഖല പോലീസിന്റെ ഭാഗത്തേക്ക് കൂറുമാറാൻ തുടങ്ങി. പണത്തിനേക്കാൾ വലുത് സമാധാനമാണെന്ന് ഗ്രാമീണർ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് കാട്ടിനുള്ളിൽ വീരപ്പൻ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. കണ്ണിന്റെ അസുഖം മൂർച്ഛിച്ചു. ദൂരെ നിന്നുള്ള ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ. ഒരില അനങ്ങിയാൽ പോലും തോക്കുചൂണ്ടുന്ന അവൻ കാഴ്ച മങ്ങിയതോടെ വല്ലാത്തൊരരക്ഷിതാവസ്ഥയിലായി. ചികിത്സ കിട്ടിയില്ലെങ്കിൽ താൻ അന്ധനാകുമെന്നവൻ ഭയന്നു. ഈ ഭയമാണ് പോലീസ് ആയുധമാക്കിയത്. വീരപ്പന് ചികിത്സ അത്യാവശ്യമാണെന്ന വിവരം ചാരന്മാർ വഴി വിജയ്കുമാറിന്റെ ചെവിയിലെത്തി. അതായിരുന്നു അവർ കാത്തിരുന്ന അവസരം. ഒരു ഡോക്ടറെ എത്തിക്കുക, അല്ലെങ്കിൽ ചികിത്സയ്ക്കായി അവനെ കാട്ടിനു പുറത്തെത്തിക്കുക, ഇതായിരുന്നു പ്ലാൻ. പക്ഷേ വീരപ്പൻ മണ്ടനല്ല. 40 വർഷമായി പോലീസിനെ വെട്ടിച്ചു നടക്കുന്നവനാണ്. അത്ര പെട്ടെന്നൊന്നും അവൻ ആരുടെയും വലയിൽ വീഴില്ല. അവനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന, അവൻ സംശയിക്കാത്ത ഒരാൾ വേണം. അങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു STFന്റെ അടുത്ത കടമ്പ. ഇവിടെയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ചില കഥാപാത്രങ്ങൾ കടന്നുതരുന്നത്. വീരപ്പന്റെ വിശ്വസ്തരെന്നഭിനയിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് പോലീസിനുവേണ്ടി പ്രവർത്തിച്ച ചില അജ്ഞാതരായ മനുഷ്യർ. സത്യമംഗലത്തെ മരങ്ങൾ ഇപ്പോൾ നിശബ്ദമാണ്. പക്ഷേ ആ നിശബ്ദതയിൽ വലിയൊരു കെണിയൊരുങ്ങുന്നുണ്ടായിരുന്നു. കാട്ടിന്റെ മകൻ കാട്ടിന് പുറത്തേക്ക് വരാൻ പോവുകയാണ്. സ്വന്തം വിധിയിലേക്ക്, അല്ലെങ്കിൽ മരണത്തിലേക്ക്. സത്യമംഗലം കാടുകളിലെ ഇലകൾക്ക് പോലും കണ്ണുകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കാലം 2004ലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മേധാവി K. വിജയകുമാർ IPS തന്റെ കരിയറിലെ മാത്രമല്ല, ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചൂതാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. കാട് കയറി വെടിവെക്കുന്ന പഴയ രീതികൾ അദ്ദേഹം പൂർണ്ണമായും ഉപേക്ഷിച്ചു. പകരം കാടിന്റെ ഉള്ളിലേക്ക് വിശ്വാസമെന്ന ആയുധം കടത്തിവിട്ടു. ഓപ്പറേഷൻ കൊക്കൂൺ. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ പോലീസ് നീക്കമായി തോന്നിയിരുന്നില്ല. ഒരു പട്ടുനൂൽപ്പുഴു തന്റെ കൂട് നെയ്യുന്നതുപോലെ വളരെ സാവധാനം, അതീവ സൂക്ഷ്മതയോടെ നെയ്തെടുക്ക ഒരു മരണക്കൂടായിരുന്നു അത്. വീരപ്പന്റെ ഏറ്റവും വലിയ ബലഹീനത അവന്റെ ആരോഗ്യം തന്നെയായിരുന്നു. കണ്ണിന്റെ കാഴ്ച മങ്ങുന്നത് അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. കാട്ടിലെ രാജാവിന് ഇരയെ വ്യക്തമായി കാണാൻ കഴിയാതെ വരിക എന്നത് മരണതുല്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ വിജയകുമാർ ആ വഴിക്കാണ് തന്റെ കെണിയൊരുക്കിയത്. വീരപ്പന് വൈദ്യസഹായം ആവശ്യമുണ്ട് എന്ന വിവരം ഉറപ്പായതോടെ അതിനുള്ള വഴികൾ പോലീസ് തന്നെ ഒരുക്കി നൽകാൻ തീരുമാനിച്ചു. ഇവിടെയാണ് യഥാർത്ഥ നായകന്മാർ രംഗപ്രവേശം ചെയ്യുന്നത്. യൂണിഫോം അഴിച്ചുവെച്ച് ജീവൻ പണയം വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ. വെള്ളദുരൈ എന്ന പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് അങ്ങനെയാണ്.
വീരപ്പന്റെ വിശ്വാസം നേടിയെടുക്കുക എന്ന അസാധ്യമായ ദൗത്യം ഏറ്റെടുത്തത് തമിഴ്നാട് പോലീസിലെ ധീരരായ ചില ഉദ്യോഗസ്ഥരായിരുന്നു. അവർ കച്ചവടക്കാരായും ആയുധ ഇടനിലക്കാരായും വേഷം മാറി. മാസങ്ങളോളം എടുത്തു ആ വിശ്വാസം നേടിയെടുക്കാൻ. വീരപ്പന്റെ താവളങ്ങളിലേക്ക് അവർ അരിയും സാധനങ്ങളും എത്തിച്ചു നൽകി. തുടക്കത്തിൽ വീരപ്പൻ അവരെ സംശയിച്ചു. തോക്കിൻ കുഴലുകൾക്ക് മുന്നിൽ നിർത്തി ചോദ്യം ചെയ്തു. നിങ്ങൾ പോലീസാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ പതറാതെ കണ്ണിൽ നോക്കി കള്ളം പറയാൻ ആ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. അവരുടെ അഭിനയത്തിനു മുന്നിൽ സംശയരോഗിയായ വീരപ്പൻ പോലും വീണുപോയി. ചെന്നൈയിലോ തൃച്ചിയിലോ കൊണ്ടുപോയി കണ്ണിന് ശസ്ത്രക്രിയ നടത്താമെന്നും അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്നും ഈ ഇടനിലക്കാർ വീരപ്പന് ഉറപ്പു നൽകി. ഒപ്പം ശ്രീലങ്കയിലേക്ക് കടക്കാനുള്ള സഹായവും വാഗ്ദാനം ചെയ്തു. LTTEയോട് വീരപ്പനുണ്ടായിരുന്ന ആരാധനയെയും അവർ സമർത്ഥമായി ഉപയോഗിച്ചു. പ്രഭാകരനെ കാണാൻ അവസരമൊരുക്കാമെന്ന വാഗ്ദാനം വീരപ്പനെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ 2004 ഒക്ടോബർ മാസം പകുതിയോടെ വീരപ്പൻ കാടിന് പുറത്തിറങ്ങാൻ സമ്മതിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവ്. ഇതേസമയം ധർമ്മപുരിയിലെ STF ക്യാമ്പിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. വിജയകുമാറും സംഘവും ഓരോ നിമിഷവും പിരിമുറുക്കത്തിലായിരുന്നു. വീരപ്പൻ പുറത്തിറങ്ങാൻ സമ്മതിച്ചു എന്ന വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പോലും ഈ ഓപ്പറേഷന്റെ ഓരോ ഘട്ടവും നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വീരപ്പനെ കൊണ്ടുവരാൻ ഉപയോഗിക്കേണ്ട വാഹനം അതൊരു സാധാരണ ആംബുലൻസ് ആയിരുന്നില്ല. ഒരു വെള്ള ടെമ്പോ ട്രാവലർ. അതിനെ ഒരു സഞ്ചരിക്കുന്ന ജയിലാക്കി മാറ്റാനുള്ള പണികൾ രഹസ്യകേന്ദ്രത്തിൽ നടന്നു. SKT എന്ന പേരിൽ സേലത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വണ്ടി എന്ന വ്യാജേനയാണ് അത് തയ്യാറാക്കിയത്. പിന്നീടത് കൊക്കൂൺ എന്നറിയപ്പെട്ടു. ഒക്ടോബർ 18, 2004 തിങ്കളാഴ്ച. അമാവാസിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നായിരുന്നു അത്. നിലാവില്ലാത്ത രാത്രി. ധർമ്മപുരി ജില്ലയിലെ പാപ്പാരപ്പട്ടി എന്ന ഗ്രാമത്തിനടുത്തുള്ള കാടിന്റെ അതിർത്തി. അവിടെയാണ് വീരപ്പൻ വരാമെന്നേറ്റിരുന്നത്. വൈകുന്നേരമായപ്പോൾ തന്നെ STF സംഘം അവിടെ നിലയുറപ്പിച്ചു. പക്ഷേ ഇത്തവണ കാക്കി വേഷത്തിലല്ല. ലുങ്കിയും ബനിയനും ധരിച്ച ഗ്രാമീണരെ പോലെ ഇരുട്ടിൽ അവർ മറഞ്ഞിരുന്നു. മരങ്ങൾക്കു പിന്നിലും കുറ്റിക്കാടുകൾക്കിടയിലും തോക്കുകൾ ഉന്നം പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരിലയനങ്ങിയാൽ പോലും വെടിയുതിർക്കാൻ തയ്യാറായി 100-ലധികം കണ്ണുകൾ. സമയം ഇഴഞ്ഞു നീങ്ങി. രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞു. ദൂരെ കാട്ടിൽ നിന്ന് ഒരു ടോർച്ച് വെളിച്ചം മിന്നിമറഞ്ഞു. സിഗ്നൽ. വീരപ്പനും അവന്റെ വിശ്വസ്തരായ 3 അനുയായികളും സേത്തുകുളി ഗോവിന്ദൻ, ചന്ദ്രൻ, സേത്തുമണി കാടിന്റെ മറ നീക്കി പുറത്തുവന്നു. വെളുത്ത വസ്ത്രമായിരുന്നു വീരപ്പൻ ധരിച്ചിരുന്നത്. ആ പഴയ സൈനികവേഷം അവൻ ഉപേക്ഷിച്ചിരുന്നു. മീശയൊന്ന് ട്രിം ചെയ്തിരുന്നു. കയ്യിൽ AK-47 തോക്കില്ല. പകരം ഒരു 12 ബോർ റെമിംഗ്ടൺ തോക്ക് മാത്രം. അവരെ കാത്ത ആ ആംബുലൻസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നത് സാധാരണ ഡ്രൈവറല്ല, പോലീസിലെ അതിവിദഗ്ധനായ ശരവണനായിരുന്നു. വീരപ്പനും സംഘവും ആ വാഹനത്തിലേക്ക് കയറി. ശിവശക്തി, അതായിരുന്നു ആ വാഹനത്തിന്റെ കോഡ് നെയിം എന്ന് ചിലർ പറയുന്നു. അവർ വണ്ടിയിൽ കയറിയ നിമിഷം, അതായിരുന്നു വിജയകുമാർ കാത്തിരുന്ന നിമിഷം. വീരപ്പൻ കാടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരിരുമ്പ് കൂട്ടിലേക്ക് മാറിയിരിക്കുന്നു. വണ്ടിയുടെ വാതിലടഞ്ഞതോടെ വീരപ്പന്റെ വിധിയും അവിടെ തീരുമാനിക്കപ്പെട്ടു. വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങി. ഉള്ളിൽ വീരപ്പൻ സന്തോഷവാനായിരുന്നു. തന്റെ കണ്ണിന്റെ അസുഖം മാറാൻ പോകുന്നു, ശ്രീലങ്കയിലേക്ക് കടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സ്വപ്നങ്ങളിൽ അവൻ മതിമറന്നു. എന്നാൽ ആ വണ്ടി പോകുന്നത് ആശുപത്രിയിലേക്കല്ല, മറിച്ച് മരണത്തിലേക്കാണെന്ന് അവൻ അറിഞ്ഞില്ല. റോഡിന്റെ ഇരുവശത്തും ഇരുട്ട് കണത്തുകിടക്കുന്നു. വണ്ടി പാപ്പാരപ്പട്ടി ഗ്രാമത്തിലെ ഒരു സ്കൂളിനു മുന്നിലെത്തി നിന്നു. അവിടെ വെളിച്ചം കുറവായിരുന്നു. വണ്ടി നിന്നതും ഡ്രൈവർ ശരവണൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. വീരപ്പനും കൂട്ടരും അന്തം വിട്ടുപോയി. എന്താണ് സംഭവിക്കുന്നത്? ഡ്രൈവർ എവിടെ പോയി? ആ നിമിഷം ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ ഗൗരവമേറിയൊരു ശബ്ദം മുഴങ്ങി. വീരപ്പ, വണ്ടി വളഞ്ഞിരിക്കുന്നു. നിങ്ങൾ STFന്റെ കസ്റ്റഡിയിലാണ്. ആയുധം താഴെയിട്ട് കീഴടങ്ങുക. K. വിജയകുമാറിന്റെ ശബ്ദം. 40 പതിറ്റാണ്ടായി പോലീസിനെ വെട്ടിച്ചു നടന്ന 3000-ലധികം പോലീസുകാരെ വട്ടം കറക്കിയ കാട്ടിലെ രാജാവ് ആദ്യമായി തീർത്തും നിസ്സഹായനായി ഒരു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നു. പുറത്ത് 100 കണക്കിന് തോക്കുകൾ ആ വണ്ടിയെ ലക്ഷ്യമാക്കി നിൽക്കുന്നു. ആ നിമിഷം വീരപ്പന്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നുപോയിട്ടുണ്ടാകും.
താൻ ചതിക്കപ്പെട്ടു എന്ന തിരിച്ചറിവോ അതോ ഒടുവിൽ കളി അവസാനിക്കാറായി എന്ന തോന്നലോ? അവൻ കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ജീവനോടെ പിടിതരില്ല എന്ന് അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്കുള്ളിൽ നിന്ന് ഒരു വെടിയൊച്ച കേട്ടു. പാപ്പാരപ്പട്ടി ഗ്രാമത്തിലെ ആ ഇരുണ്ട റോഡിൽ മുഴങ്ങിയ വെടിയൊച്ച കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി തമിഴകത്തെയും കർണാടകയെയും വിറപ്പിച്ച ഒരു വലിയ ചരിത്രത്തിന്റെ അന്ത്യത്തിലേക്കുള്ള വിസിൽ മുഴക്കമായിരുന്നു. വണ്ടിക്കുള്ളിൽ നിന്ന് വീരപ്പനോ കൂട്ടാളികളോ ഉതിർത്ത ആ ഒറ്റ വെടിയുണ്ട പുറത്തു നിൽക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. അടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് ഒരു യുദ്ധമായിരുന്നു. വിജയകുമാറിന്റെയും സംഘത്തിന്റെയും തോക്കുകൾ ഒരേ സമയം ഗർജിച്ചു. ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പട്ടുനൂൽക്കൂട് തകർത്ത് തീയും വെടിയുണ്ടകളും ആ ടെമ്പോ ട്രാവലറിലേക്ക് പാഞ്ഞുകയറി. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഗ്രനേഡുകൾ പൊട്ടിത്തെറിച്ചു. വണ്ടിയുടെ ചില്ലുകൾ തകർന്നു വീണു. ടയറുകൾ വെടിയേറ്റ് തകർന്നു. ആ വെള്ള വണ്ടിയുടെ വശങ്ങളിലൂടെ വെടിയുണ്ടകൾ തുളച്ചുകയറി. ഉള്ളിൽ നിന്ന് തിരിച്ചുള്ള വെടിവെപ്പ് നേരിയ തോതിലുണ്ടായെങ്കിലും പുറത്തുനിന്നുള്ള STFന്റെ പ്രഹരശേഷിക്കു മുന്നിൽ അതൊന്നുമല്ലായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പ് സത്യമംഗലം കാടുകളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരു ടാർ റോഡിൽ വെച്ച് കാട്ടുരാജാവിന്റെ വിധി കുറിക്കപ്പെടുകയായിരുന്നു. ക്രമേണ വെടിയൊച്ചകൾ നിലച്ചു. പുകപടലങ്ങൾ ആ വണ്ടിയെ മൂടി. ഗ്രാമത്തിലെ തെരുവു വിളക്കുകൾ പോലും ഭയം കൊണ്ട് കണ്ണ് ചിമ്മിയതുപോലെ തോന്നി. വല്ലാത്തൊരു നിശബ്ദത അവിടെ തളം കെട്ടി. വെടിമരുന്നിന്റെയും കരിഞ്ഞ ടയറിന്റെയും രൂക്ഷഗന്ധം കാറ്റിൽ പടർന്നു. വിജയകുമാറും മറ്റുദ്യോഗസ്ഥരും അതീവ ജാഗ്രതയോടെ വണ്ടിക്കടുത്തേക്ക് നീങ്ങി. കാരണം വീരപ്പൻ മരിച്ചുവെന്നുറപ്പാക്കാൻ കഴിയില്ല. അവൻ അഭിനയിക്കുകയാണോ അതോ അവസാന ശ്വാസത്തിൽ ഒരു ചാവേറിനെപ്പോലെ പൊട്ടിത്തെറിക്കുമോ? ടോർച്ച് വെളിച്ചങ്ങൾ ആ തകർന്ന വണ്ടിക്കുള്ളിലേക്ക് നീണ്ടു. അവിടെ കണ്ട കാഴ്ച അത് ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഫ്രെയിമുകളിലൊന്നായിരുന്നു. മുൻസീറ്റിലും പുറകിലുമായി 4 പേർ ചോരയിൽ കുളിച്ചുകിടക്കുന്നു. സേത്തുകുളി ഗോവിന്ദൻ, ചന്ദ്രൻ, സേത്തുമനി എന്നിവർ ജീവനറ്റ അവസ്ഥയിലായിരുന്നു. പിന്നെ അവൻ കൂസുമുനിസാമി വീരപ്പൻ. അവന്റെ ആ പ്രശസ്തമായ പിരിയൻ മീശ ചോരയിൽ നനഞ്ഞിരുന്നു. നെറ്റിയിൽ, കൃത്യമായി പറഞ്ഞാൽ ഇടതു കണ്ണിനു മുകളിലായി വെടിയുണ്ട തുളച്ചുകയറിയ പാട്. വെളുത്ത ഷർട്ട് രക്തത്തിൽ കുതിർന്ന് ചുവപ്പായി മാറിയിരിക്കുന്നു. വനങ്ങളിൽ ഓടി നടന്നു പോലീസിനെ വട്ടം കറക്കിയ ആ കാലുകൾ ഇപ്പോൾ നിശ്ചലമാണ്. തുറിച്ചു നോക്കുന്ന കണ്ണുകളിൽ അവസാന നിമിഷത്തെ ഭയമായിരുന്നോ അതോ അവിശ്വാസമായിരുന്നോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. വിജയകുമാർ അടുത്തുചെന്ന് പരിശോധിച്ചു. അതെ, ഇതവൻ തന്നെ. 40 വർഷം, 120-ലധികം കൊലപാതകങ്ങൾ, 200-ലധികം ആനകളുടെ മരണം, കോടിക്കണക്കിന് രൂപയുടെ ചന്ദനക്കൊള്ള, എല്ലാം ഈ ഒരു ശരീരത്തിൽ അവസാനിച്ചിരിക്കുന്നു. നമുക്കവനെ കിട്ടി. വിജയകുമാർ വയർലെസ്സിലൂടെ സന്ദേശം നൽകി. ആ സന്ദേശം കേട്ട നിമിഷം STF ഉദ്യോഗസ്ഥർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് സന്തോഷം കൊണ്ടായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന സമ്മർദ്ദം അണപൊട്ടി ഒഴുകിയതായിരുന്നു. പലർക്കും തങ്ങളുടെ സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മകൾ തികട്ടി വന്നു. പാലാർ സ്ഫോടനത്തിൽ ചിതറിപ്പോയ സുഹൃത്തുക്കൾക്കുള്ള ആദരാഞ്ജലിയായിരുന്നു വീരപ്പന്റെ ഈ മരണം. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത വിവരമറിഞ്ഞ ഉടൻ തന്നെ വിജയകുമാരനെ അഭിനന്ദിച്ചു. TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷുകൾ മിന്നിമറിഞ്ഞു. വീരപ്പൻ കൊല്ലപ്പെട്ടു. ധർമ്മപുരി സർക്കാർ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുമ്പോൾ അവിടെ ജനസാഗരം ഒഴുകിയെത്തി. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകുന്ന ജനക്കൂട്ടത്തേക്കാൾ എത്രയോ ഇരട്ടി. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീരപ്പൻ മരിക്കുമോ? അവൻ അമാനുഷികനല്ലേ? വെടിയുണ്ടകൾ അവനെ തുടില്ലെന്നായിരുന്നില്ലേ കഥകൾ? ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ ജനങ്ങൾ തിക്കിത്തിരക്കി. പലർക്കും അവനെ ഒന്ന് കാണണം. ചിലർക്കവൻ ദൈവമായിരുന്നു, ചിലർക്ക് ചെകുത്താനും. എന്നാൽ ആ മോർച്ചറി ടേബിളിൽ കിടന്നത് വെറുമൊരു വൃദ്ധന്റെ ശരീരമായിരുന്നു. മെലിഞ്ഞുണങ്ങിയ, കണ്ണിന് കാഴ്ച മങ്ങിയ 52 വയസ്സുകാരനായ ഒരു മനുഷ്യൻ. ആ കാഴ്ച വീരപ്പൻ എന്ന മിഥിനെ തകർത്തു കളഞ്ഞു. വീരപ്പന്റെ മരണം വലിയൊരു രാഷ്ട്രീയ സാമൂഹിക ചർച്ചയ്ക്കും വഴിവെച്ചു. മനുഷ്യാവകാശ പ്രവർത്തകർ പലരും പോലീസ് വാദത്തെ ചോദ്യം ചെയ്തു. ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്നും വീരപ്പനെ വിഷം കൊടുത്തു കൊന്നതാണെന്നും അല്ലെങ്കിൽ പിടിച്ചുവെച്ച് വെടിവെച്ചതാണെന്നും ആരോപണങ്ങൾ ഉയർന്നു. വീരപ്പന്റെ ശരീരത്തിലുണ്ടായിരുന്ന വെടിയുണ്ടകളുടെ പാടുകളും സംഭവസ്ഥലത്തെ തെളിവുകളും പല സംശയങ്ങൾക്കും ഇട നൽകി. എന്നാൽ പോലീസ് തങ്ങളുടെ വാദത്തിൽ ഉറച്ചുനിന്നു. അടുത്ത ദിവസം വീരപ്പന്റെ മൃതദേഹം സംസ്കരിക്കാൻ
ഗോപിനാഥം ഗ്രാമത്തിനടുത്തുള്ള മൂലക്കാട് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ മറ്റൊരു നാടകം അരങ്ങേറുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ. മുത്തുലക്ഷ്മി നെഞ്ചത്തടിച്ച് കരയുന്നു. മക്കൾ അച്ഛന്റെ മുഖം കാണാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്നു. സംസ്കാര ചടങ്ങുകൾക്കിടയിലും പോലീസ് വലയമുണ്ടായിരുന്നു. വീരപ്പന്റെ അനുയായികൾ ആരെങ്കിലും അവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന ഭയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ആരും വന്നില്ല. വീരപ്പൻ എന്ന അധ്യായം അവിടെ തീരുകയായിരുന്നു. അവനെ അനുകൂലിച്ചവരും ഭയപ്പെട്ടവരുമെല്ലാം ഇപ്പോൾ നിശബ്ദരായി. പക്ഷേ വീരപ്പൻ മരിച്ചെങ്കിലും അവൻ ബാക്കി വെച്ചുപോയ ചോദ്യങ്ങൾ പലതായിരുന്നു. കാട്ടിൽ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും എവിടെ? സത്യമംഗലം കാടുകളുടെ ഏത് ഗുഹയിലാണ് ആ നിധി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇന്നും പലരും ആ നിധി തേടി കാട് കയറുന്നുണ്ട് എന്നതാണ് സത്യം. വീരപ്പന്റെ മരണത്തോടെ സത്യമംഗലം കാടുകൾക്ക് ശാപമോക്ഷം കിട്ടിയോ? വെടിയൊച്ചകൾ നിലച്ചു, ശരിയാണ്. പക്ഷെ കാട് അപ്പോഴും സാക്ഷിയായിരുന്നു ഒരു വ്യവസ്ഥിതിയുടെ പരാജയത്തിന്. എങ്ങനെയാണൊരു സാധാരണ ഗ്രാമീണൻ ഇത്രയും വലിയൊരു ക്രിമിനലായി വളർന്നത്? ആരാണവന് ആയുധങ്ങൾ നൽകിയത്? ആരാണവനെ ഇത്രയും കാലം സംരക്ഷിച്ചത്? ഉന്നതരായ പല രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വീരപ്പനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വീരപ്പന്റെ മരണം ആ രഹസ്യങ്ങളെല്ലാം മണ്ണോട് ചേർത്തു. ഇപ്പോൾ വീരപ്പൻ കൊല്ലപ്പെട്ട് വർഷങ്ങൾക്കിപ്പുറം ഗോപിനാഥം ഗ്രാമം ശാന്തമാണ്. കാവേരി നദി പഴയതുപോലെ ഒഴുകുന്നു. പക്ഷെ അവിടുത്തെ പഴമക്കാർ ഇന്നും വിശ്വസിക്കുന്നു അമാവാസി രാത്രികളിൽ കാട്ടിൽ നിന്നൊരു വെടിയൊച്ച കേൾക്കാമെന്ന്, അല്ലെങ്കിൽ പിരിയൻ മീശയുള്ളൊരു രൂപം മരങ്ങൾക്കിടയിലൂടെ നടന്നുപോകുന്നത് കാണാമെന്ന്. മനുഷ്യൻ മരിച്ചാലും കഥകൾ മരിക്കില്ലല്ലോ. പക്ഷെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീരപ്പൻ എന്ന വ്യക്തി മരിച്ചു. എന്നാൽ വീരപ്പൻ എന്ന പ്രതിഭാസം അവശേഷിപ്പിച്ച സാമൂഹികമായ മുറിവുകളും അവന്റെ കുടുംബത്തിന്റെ പിന്നീടുള്ള ജീവിതവും, ഇന്നും ആ പേര് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭയവും കൗതുകവും, ഇതിനെയെല്ലാം കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. മൂലക്കാട് ശ്മശാനത്തിൽ ആ ഒക്ടോബർ സന്ധ്യയിൽ തടിച്ചുകൂടിയത് ആയിരങ്ങളായിരുന്നു. ഒരു സാധാരണ കുറ്റവാളിയുടെ സംസ്കാര ചടങ്ങായിരുന്നില്ല അത്. മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യം കാണാനെത്തിയവരായിരുന്നു അവർ. വീരപ്പന്റെ മൃതദേഹം മണ്ണിലേക്ക് താഴ്ത്തുമ്പോൾ അവിടെ ഉയർന്നുകേട്ട നിലവിളികൾക്ക് പല അർത്ഥങ്ങളുണ്ടായിരുന്നു. മുത്തുലക്ഷ്മിക്കത് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു. മക്കൾക്കൊരിക്കലും സ്നേഹത്തോടെ ഒന്ന് ചേർത്തുപിടിക്കാൻ കഴിയാത്ത അച്ഛന്റെ വിയോഗമായിരുന്നു. എന്നാൽ അവിടെ കൂടിനിന്ന ഗ്രാമീണരിൽ പലർക്കും അത് തങ്ങളുടെ കാവൽക്കാരന്റെ വേർപാടായിരുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, വീരപ്പൻ എന്ന മനുഷ്യൻ മരിച്ചതോടെയാണ് വീരപ്പൻ എന്ന മിത്ത് കൂടുതൽ ശക്തമായത്. ആ ശവകുടീരം പതുക്കെ ഒരു ആരാധനാലയമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. ആ ശവകുടീരത്തിലെ മണ്ണ് വാരിയെടുത്ത് നെറ്റിയിൽ തൊടുന്നവർ, അവിടെ പൂക്കൾ അർപ്പിക്കുന്നവർ. എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരതകൾ ചെയ്ത ഒരാളെ ജനം ആരാധിക്കുന്നത്? ഇവിടെയാണ് വീരപ്പൻ എന്ന പ്രതിഭാസത്തിന്റെ സാമൂഹിക വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാരിദ്ര്യം മാത്രം കൈമുതലായുള്ള വികസനം എത്തിനോക്കാത്ത ഗ്രാമങ്ങളിൽ വ്യവസ്ഥിതിയോട് പോരാടുന്ന ആരെയും ജനം ദൈവമായി കാണും. വീരപ്പൻ ചെയ്ത ക്രൂരതകൾ അവർ സൗകര്യപൂർവ്വം മറന്നു. പകരം പോലീസിനെയും സർക്കാരിനെയും വിറപ്പിച്ച, പണക്കാരുടെ പണം കവർന്ന് പാവങ്ങൾക്ക് നൽകിയ എന്നാണ് വിശ്വാസം, വീരപ്പനെ അവർ നെഞ്ചിലേറ്റി. പക്ഷേ വീരപ്പന്റെ മരണം ബാക്കിവെച്ചത് ആരാധന മാത്രമല്ല, വലിയൊരു ദുരൂഹത കൂടിയാണ്. ഇന്നും സത്യമംഗലം കാടുകളിൽ നിധി തേടി അലയുന്നവരുണ്ട്. വീരപ്പന്റെ നിധി. 4 പതിറ്റാണ്ട് നീണ്ട കൊള്ളയടി, 200-ലധികം ആനകളെ കൊന്നു, ടൺ കണക്കിന് ചന്ദനം വിറ്റു, രാജ്കുമാറിനെ പോലെയുള്ളവരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം വാങ്ങി. കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് രൂപ, ഏകദേശം 100 കോടിയിലധികം വരുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു, വീരപ്പന്റെ കൈവശം എത്തിയിട്ടുണ്ടാകണം. പക്ഷേ കൊല്ലപ്പെടുമ്പോൾ അവന്റെ കയ്യിൽ വെറും 300 രൂപയും കുറച്ച് ചില്ലറകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പണം എവിടെ പോയി? പല കഥകളാണ് പ്രചരിക്കുന്നത്. സത്യമംഗലം കാടുകളിലെ ചില രഹസ്യ ഗുഹകളിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി സ്വർണവും പണവും കുഴിച്ചിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വീരപ്പന് മാത്രം അറിയാവുന്ന അടയാളങ്ങൾ വെച്ചിട്ടുള്ള ഇടങ്ങൾ. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ചില വൻമരങ്ങളുടെ ചുവട്ടിൽ ഈ നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ് പലരും കാട് കയറാറുണ്ട്. എന്നാൽ ഇതുവരെ ആർക്കും അത് കണ്ടെത്താനായിട്ടില്ല. മറ്റൊരു വാദം, ഈ പണത്തിന്റെ വലിയൊരു ഭാഗം വീരപ്പനെ സഹായിച്ചിരുന്ന ഉന്നതർക്ക് ലഭിച്ചു എന്നതാണ്. രാഷ്ട്രീയക്കാരും ചില പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ ശൃംഖല വീരപ്പന് പിന്നിലുണ്ടായിരുന്നു. അവർക്കുള്ള വിഹിതം കൃത്യമായി എത്തിയിരുന്നു അത്രേ.
വീരപ്പൻ കൊല്ലപ്പെട്ടതോടെ ആ രഹസ്യവും മണ്ണടിഞ്ഞു. ശവങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നത് എത്ര സത്യമാണ്. വീരപ്പന്റെ മരണശേഷം അവന്റെ കുടുംബമനുഭവിച്ച വേദനകളും നമ്മൾ കാണാതിരുന്നുകൂടാ. മുത്തുലക്ഷ്മി എന്ന സ്ത്രീയുടെ ജീവിതം വേട്ടയാടലുകൾ നിറഞ്ഞതായിരുന്നു. ഭർത്താവ് മരിച്ചെങ്കിലും പോലീസിന്റെയും നിയമത്തിന്റെയും കണ്ണുകൾ അവരെ വിട്ടൊഴിഞ്ഞില്ല. പല കേസുകളിലായി അവർ ജയിലിൽ കിടന്നു, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. എന്നാൽ ആ ചാരത്തിൽ നിന്ന് അവർ ഉയിർത്തെഴുന്നേറ്റു. വീരപ്പന്റെ മക്കളായ വിദ്യാറാണിയും പ്രഭയും അച്ഛൻ ആരാണെന്നറിയാമായിരുന്നിട്ടും ആ പേരിന്റെ ഭാരം ചുമലിലുണ്ടായിരുന്നിട്ടും അവർ പഠിച്ചു മിടുക്കരായി. മൂത്ത മകൾ വിദ്യാറാണി അഭിഭാഷകയായി, ഇളയ മകൾ എഞ്ചിനീയറും. അച്ഛൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു, പക്ഷേ അദ്ദേഹം ഞങ്ങൾക്കച്ഛനായിരുന്നു എന്നവർ പറയുമ്പോൾ രക്തബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. തോക്കും അക്രമവും നിറഞ്ഞ പാരമ്പര്യത്തെ വിദ്യാഭ്യാസവും സമാധാനവും കൊണ്ട് ആ മക്കൾ തിരുത്തിക്കുറിച്ചു. വീരപ്പനില്ലാതായതോടെ കാടിനെന്ത് സംഭവിച്ചു? സത്യമംഗലം കാടുകൾ ഇന്ന് ശാന്തമാണ്. ആനകൾ ഭയമില്ലാതെ നടക്കുന്നു. ചന്ദനമരങ്ങൾ വീണ്ടും വളർന്നു തുടങ്ങി. STF ക്യാമ്പുകൾ പലതും പിരിച്ചുവിട്ടു. എങ്കിലും ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പഴയ തലമുറയ്ക്ക് ഇന്നും ഒരു ഭയമുണ്ട്. ഓരോ വളവിലും വീരപ്പന്റെ ഓർമ്മകൾ പതിയിരിക്കുന്നുണ്ട്. വീരപ്പൻ വേട്ട അവസാനിച്ചെങ്കിലും അതൊരു പാഠപുസ്തകമായി ഇന്നും പോലീസ് അക്കാദമികളിൽ പഠിപ്പിക്കപ്പെടുന്നു. ഓപ്പറേഷൻ കൊക്കൂൺ വിജയകരമായിരുന്നുവെങ്കിലും അതിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കോടിക്കണക്കിനു രൂപ, നൂറുകണക്കിനു മനുഷ്യജീവനുകൾ, പതിറ്റാണ്ടുകൾ നീണ്ട അശാന്തി. ഈ കഥ നമ്മോട് പറയുന്ന മറ്റൊരു സത്യമുണ്ട്: നമ്മുടെ നിയമസംവിധാനത്തിലെ വിള്ളലുകൾ. എങ്ങനെയാണ് ഒരാൾക്ക് 40 വർഷം ഒരു ഭരണകൂടത്തെ വെല്ലുവിളിച്ച് ജീവിക്കാൻ കഴിഞ്ഞത്? അത് വീരപ്പന്റെ മാത്രം കഴിവായിരുന്നോ, അതോ നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമായിരുന്നോ? വീരപ്പനെ പിടികൂടാൻ രൂപീകരിച്ച ദൗത്യസേനയുടെ ചിലവുകൾ മാത്രം നോക്കിയാൽ മതി ഈ വേട്ട എത്രമാത്രം ചെലവേറിയതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആ പണം ഗ്രാമങ്ങളുടെ വികസനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ മറ്റൊരു വീരപ്പൻ അവിടെയുണ്ടാകുമായിരുന്നില്ല. കാരണം ദാരിദ്ര്യമാണ് പലപ്പോഴും കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത്. വീരപ്പന്റെ ജീവിതം സിനിമയായി, വെബ് സീരീസുകളായി, പുസ്തകങ്ങളായി. ഓരോന്നും ഓരോ വീക്ഷണകോണിലൂടെയാണ് കഥ പറഞ്ഞത്. ചിലർ അവനെ നായകനാക്കി, ചിലർ വില്ലനാക്കി. പക്ഷേ സത്യം ഇതിനു രണ്ടിനും ഇടയിലാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വഴിതെറ്റിയ, പിന്നീട് അധികാരത്തിന്റെ ലഹരിയിൽ സ്വയം നഷ്ടപ്പെട്ട, ഒടുവിൽ സ്വന്തം കർമ്മഫലമനുഭവിച്ച ഒരു സാധാരണ മനുഷ്യൻ. ഇന്ന് ഗോപിനാഥം ഗ്രാമത്തിൽ പോയാൽ വീരപ്പൻ ജനിച്ച വീട് കാണാം. കാട് പിടിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്. ആ വീടിന്റെ ചുമരുകൾക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട ബാല്യത്തിന്റെയും വഴിതെറ്റിയ യൗവനത്തിന്റെയും കഥകളാണ്. കാട് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കിയാണ്. വീരപ്പൻ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നിധിയേക്കാൾ വലിയ നിധി കാട് നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് അക്രമത്തിലൂടെ നേടിയതൊന്നും നിലനിൽക്കില്ല എന്ന പാഠം. ഇനി നമുക്ക് ഈ യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ഇത്രയും നേരം നമ്മൾ സഞ്ചരിച്ചത് രക്തം വീണ വഴികളിലൂടെയാണ്. ഇനി നമുക്ക് ഈ കഥയെ മൊത്തത്തിലൊന്നു വിലയിരുത്താം. കാലം വീരപ്പനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? വരും തലമുറയ്ക്ക് ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ്? സത്യമംഗലത്തെ മലനിരകൾക്ക് മുകളിൽ ഇപ്പോൾ വീണ്ടും കോടമഞ്ഞിറങ്ങുന്നുണ്ട്. 2004 ആ വെടിയൊച്ചകൾ നിലച്ചിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ 2025 നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാടുകളിൽ അവശേഷിക്കുന്നത് വെറും നിശബ്ദത മാത്രമല്ല, കാലം ബാക്കിവെച്ച വലിയൊരു പാഠപുസ്തകം കൂടിയാണ്. രക്തം വീണ മണ്ണിൽ പുല്ലുകൾ കിളിർത്തു തുടങ്ങിയിരിക്കുന്നു. വീരപ്പനും സംഘവും ഒളിച്ചു താമസിച്ചിരുന്ന ഗുഹകൾ കാടുമൂടി, വന്യമൃഗങ്ങളുടെ താവളങ്ങളായി മാറി. ആനത്താരകളിൽ ഇപ്പോൾ മനുഷ്യന്റെ മണമില്ല, വെടിമരുന്നിന്റെ ഗന്ധമില്ല. കാവേരി നദി പഴയതുപോലെ സാക്ഷിയായി ശാന്തമായി ഒഴുകുന്നു. ആ ഒഴുക്കിൽ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മാത്രം. വീരപ്പൻ എന്ന മനുഷ്യൻ മരിച്ചുവെങ്കിലും വീരപ്പൻ എന്ന ഓർമ്മ ഇന്നും മരിച്ചിട്ടില്ല എന്നത് ഒരു സത്യമാണ്. ഗോപിനാഥം ഗ്രാമത്തിലെ പഴയ തലമുറയ്ക്ക് അത് ഭയത്തിന്റെ ഓർമ്മയാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് അതൊരു അത്ഭുത കഥയാണ്. മുത്തശ്ശിപ്പക്കഥകളിലെ രാക്ഷസനെപ്പോലെയോ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്ന ഒരു വിമതനെപ്പോലെയോ ഒക്കെയാണ് അവർ അയാളെ കാണുന്നത്. കാലം കടന്നുപോകുമ്പോൾ ചരിത്രം പലപ്പോഴും മിത്തുകളായി മാറുമല്ലോ. ഇന്ന് മൂലക്കാട് ശ്മശാനത്തിലെ ആ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുക വെറുപ്പല്ല, മറിച്ച്
മനുഷ്യജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ചുള്ള ചിന്തയാണ്. കാടെന്റേതാണ് എന്നഹങ്കരിച്ച, 3 സംസ്ഥാനങ്ങളിലെ പോലീസിനെ വിറപ്പിച്ച, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തിനുടമയായ ഒരു മനുഷ്യൻ ഒടുവിൽ 6 അടി മണ്ണിൽ ആരുമില്ലാതെ ഉറങ്ങുന്നു. അവൻ വെട്ടിപ്പിടിച്ചതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. അധികാരവും പണവും തോക്കിൻകുഴലിലൂടെ നേടിയെടുക്കാവുന്നതല്ല എന്ന വലിയ സത്യം ആ ശവകുടീരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീരപ്പന്റെ വേട്ടയാടലിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പലരും വിരമിച്ചു. ചിലർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. കെ. വിജയകുമാർ IPS തന്റെ അനുഭവങ്ങൾ പുസ്തകമാക്കി. ആ പുസ്തകത്തിന്റെ താളുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു വിജയമായിരുന്നില്ല, ഒരു അനിവാര്യതയായിരുന്നു. അതെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമത്തിനു മുകളിൽ വളരാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ന അനിവാര്യത. പക്ഷേ ഈ കഥയുടെ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീരപ്പൻ എന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. ദാരിദ്ര്യവും അറിവില്ലായ്മയും ചൂഷണവും ചേർന്നൊരുക്കിയ ഒരു സാഹചര്യമാണ് കൂസ് മുനിസാമി എന്ന ബാലനെ വീരപ്പനാക്കി മാറ്റിയത്. കാടിനെ സ്നേഹിച്ച, മൃഗങ്ങളെ അറിഞ്ഞ ആ കുട്ടിക്ക് ശരിയായ വഴികാട്ടികളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം സംരക്ഷകനാവുമായിരുന്നു. എന്നാൽ വിധിയുടെയും സാഹചര്യങ്ങളുടെയും കളി അവനെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചു. വീരപ്പന്റെ മക്കളായ വിദ്യാറാണിയും പ്രഭയും ഇന്ന് സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കുന്നു എന്നത് വലിയൊരു പ്രതീക്ഷയാണ്. അക്രമത്തിന്റെ പാതയല്ല, അക്ഷരത്തിന്റെ പാതയാണ് ശരിയെന്ന് അവർ തെളിയിച്ചു. തന്റെ അച്ഛൻ പരാജയപ്പെട്ട ഇടത്ത് മക്കൾ ജയിച്ചു എന്ന് പറയാം. തോക്കിൻകുഴലിലൂടെയല്ല, മറിച്ച് വിദ്യാഭ്യാസത്തിലൂടെയാണ് യഥാർത്ഥ അധികാരം ലഭിക്കുന്നതെന്ന് അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇനി ആ നിധിയുടെ കാര്യമോ? കാട്ടിലെവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന സ്വർണവും പണവും, അത് സത്യമാണോ അതോ വെറും കഥയാണോ എന്നത് ഇനി പ്രസക്തമല്ല. കാരണം ആ പണത്തിന് രക്തത്തിന്റെ കറയുണ്ട്. അത് തേടിപ്പോകുന്നവർക്ക് ലഭിക്കുക സമാധാനമായിരിക്കില്ല. പ്രകൃതി അത് തന്റേതായ രീതിയിൽ മണ്ണോട് ചേർത്ത് കാണും. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് പ്രകൃതി നൽകുന്ന മറുപടിയാണത്. സത്യമംഗലം കാടുകളിൽ ഇപ്പോൾ സമാധാനമാണ്. ടൂറിസ്റ്റുകൾ വരുന്നു, കാടിന്റെ ഭംഗി ആസ്വദിക്കുന്നു. പക്ഷേ ഒരു സഫാരി ജീപ്പിൽ ആ കാട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു കാറ്റ് വീശിയാൽ, മുളങ്കാടുകൾ ഉരസുന്ന ശബ്ദം കേട്ടാൽ അറിയാതെ ഒന്ന് ഭയന്നു പോകും. അത് വീരപ്പൻ എന്ന പേര് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു വില്ലന്റെ കഥയല്ല, നായകന്റെ കഥയുമല്ല. അതിജീവനത്തിനായി പൊരുതിയ, ഒടുവിൽ വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യന്റെയും അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിന്റെയും കഥയാണിത്. ഇതിൽ ജയിച്ചവരുമില്ല, തോറ്റവരുമില്ല. ബാക്കിയായത് കുറെ വിധവകളും അച്ഛനില്ലാത്ത മക്കളും കാട്ടിലെ മരങ്ങളിൽ മായാത്ത വെടിയുണ്ടകളുടെ പാടുകളും മാത്രം. ജീവിതം ഒരു പുഴ പോലെയാണ്. അതൊഴുകിക്കൊണ്ടേയിരിക്കും. വീരപ്പന്മാർ വരും, പോകും. പക്ഷേ സത്യമംഗലം കാടുകൾ അവിടെ തന്നെ നിൽക്കും. 1000 രഹസ്യങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ. അമാവാസി രാവുകളിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിമറയുമ്പോൾ കാറ്റു മരങ്ങളോട് മന്ത്രിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെ ഒരു രാജാവുണ്ടായിരുന്നു, കാടിനെ വിറപ്പിച്ചവൻ. ഒടുവിൽ കാട് തന്നെ അവനെ വിഴുങ്ങി. പ്രണയവും പകയും നഷ്ടവും കാലവും ഇഴചേർന്ന ഈ ചരിത്രയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.